നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ, ദോർഭിര്യുക്താ ചതുർഭി സ്ഫടികമണിമയീമക്ഷമാലാം ദധാനാം, ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ, ഭാസാം കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ, സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ ശ്രോതാക്കൾക്കും ആദ്യമായി നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഹ്ലാദചരിതം എന്നുള്ളതാണ് പ്രഭാഷണ വിഷയം. ആമുഖമായി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നേരിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഭാഗവതത്തിലെ 7-ാമത്തെ സ്കന്ധത്തിലാണ് ഈ പ്രഹ്ലാദചരിതത്തെ വർണ്ണിക്കുന്നത്. പ്രഭാഷണ വിഷയം പ്രഹ്ലാദചരിതമായതുകൊണ്ട് നരസിംഹാവതാരത്തിന് അധികം പ്രാധാന്യം കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പ്രഹ്ലാദനെ പറ്റിയായിരിക്കും നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് എന്ന് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 1.25 മണിക്കൂറാണ്. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് പ്രഹ്ലാദനെ പറ്റി കുറച്ചൊന്ന് ചിന്തിക്കാം. ഇപ്പം ശ്രീമദ് ഭാഗവതത്തിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും നമ്മെ പരിശീലിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഒരു മൂർത്തിമത് ഭാവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രഹ്ലാദൻ. നരസിംഹാവതാര കഥയൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ടതായിരിക്കും. പലരും പല രീതിയിൽ അവതരിപ്പിച്ചതൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ടതായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല, നമ്മളൊക്കെ ഇപ്പോഴാ ഈ 2017 അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന 18കളിലൊക്കെ ഈ കാലത്തൊക്കെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്. ഈ പ്രഹ്ലാദൻ്റെ കഥ കേട്ടാൽ അല്ലെങ്കിൽ ആ കഥ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വെളിച്ചം വീശുന്നത്, ഈ ഒരു വിഷയത്തെപ്പറ്റി മാത്രമായിരിക്കും ഇവിടെ ചിന്തിക്കുന്നത്. മറ്റ് വിഷയങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. കാരണം നമുക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനമുണ്ടാകുന്നത്, നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഗംഭീരമാക്കേണ്ടത് മുതലായ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്.
അപ്പം എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്, ആധ്യാത്മികമായിരിക്കുന്ന സാധനകൾ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദൻ പറയുന്ന ഒരു മറുപടി ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് പ്രഹ്ലാദ ഭാഗവതം എന്ന് വിളിക്കാം. തൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് പ്രഹ്ലാദൻ പറയുന്ന ഭാഗവതമാണ് ഈ പ്രഹ്ലാദ ഭാഗവതം എന്ന് പറയുന്ന ഭാഗവതത്തിലെ ഈ 7-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായമാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അപ്പം അതിൽ പ്രഹ്ലാദൻ ആദ്യം തന്നെ പറയുന്നു, തൻ്റെ അടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളോടും പറയാണ്, അല്ലയോ കുട്ടികളെ, ആത്മാ നിത്യോവ്യയ ശുദ്ധ ഏക ക്ഷേത്രജ്ഞ ആശ്രയ അവിക്രിയ സുദൃഹേതു വ്യാപകോസംഖ്യനാവൃത. ഇത് 19-ാമത്തെ ശ്ലോകമാണ്, 7-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം. അപ്പോൾ ആ ശ്ലോകത്തിൽ പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാരോട് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും പറയുകയാണ് ആത്മാവിനെ കുറിച്ച്. ഈ ആത്മാവിന് കുറേ ഗുണങ്ങളുണ്ട് എന്ന് പറയുകയാണ് ഈ 19-ാമത്തെ ശ്ലോകത്തിൽ. ഒന്നാമത്തെ ഗുണമായി പറയുന്നത് ആത്മാവ് നിത്യനാണ്. നിത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിന് ഒരു കാലത്തും നാശമില്ല എന്നർത്ഥം. അപ്പം അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, കഴിഞ്ഞതിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയും. കാരണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി. വരാനിരിക്കുന്നതിനെ പറ്റിയും ചിന്തിക്കേണ്ട. എന്താ കാരണം? അതോട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താണോ ഉള്ളത് അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. വർത്തമാനകാലത്തിലാണ് ശരിക്ക് മഹാത്മാക്കളൊക്കെ ജീവിക്കുക എന്ന് പറയും. അപ്പം ഏതായാലും ഈ ആത്മാവ് ഒരു കാലത്തും നാശമില്ലാത്ത വസ്തുവായതുകൊണ്ട് ഈ നാശമില്ലാത്ത വസ്തുവിനെ വേണം നമ്മളെല്ലാവരും അന്വേഷിക്കുവാൻ. അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. നന്നായി അന്വേഷിച്ചവർക്കൊക്കെ ഈ ആത്മാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. പിന്നെ അവ്യയമാണ്. അവ്യയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാലത്തും നാശമില്ലാത്തതിനെയാണ് അവ്യയം എന്ന് പറയാം. അപ്പം ആത്മാവ് ഒരു കാലത്തും നാശമില്ലാത്തതാണ്, ബാക്കിയെല്ലാം നശിക്കുന്നതാണ് എന്നർത്ഥം. പിന്നെ ആത്മാ നിത്യ അവ്യയ ശുദ്ധ. ലോകത്തിൽ കാണുന്ന പദാർത്ഥങ്ങളൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അശുദ്ധി ബാധിച്ചതാണ്. യാതൊരു തരത്തിലുള്ള അശുദ്ധികളും ബാധിക്കാത്ത ഒരു പരമാർത്ഥ വസ്തു ഉണ്ടെങ്കിൽ അതും എന്താണ്? ആത്മാവ് മാത്രമാണ്. ആത്മാവിൻ്റെ 3 ഗുണങ്ങൾ പറഞ്ഞു. ഒന്ന്, ആത്മാവ് നിത്യനാണ്, അതുപോലെ അവ്യയമാണ്, അതുപോലെ തന്നെ ഏറ്റവും ശുദ്ധമായിരിക്കുന്ന വസ്തുവാണ്. പിന്നെ എത്ര ആത്മാക്കളുണ്ട് എന്നാണ് അടുത്ത ചോദ്യം. ആ ചോദ്യം തന്നെ ശരിയല്ല അല്ലേ? കാരണം ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഏകഹ എന്ന് പറഞ്ഞത്. അപ്പം 4 ഗുണങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു ക്ഷേത്രജ്ഞനാണ് ആത്മാവ്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്ഷേത്രത്തെ അറിയുന്നവൻ. ക്ഷേത്രം എന്ന് വെച്ചാൽ പ്രപഞ്ചം എന്നും അർത്ഥമുണ്ട്, നമ്മുടെ ശരീരം എന്നും അർത്ഥമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളെയും അറിയുന്നവനാരോ അദ്ദേഹത്തെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയാം. ഒരു ശരീരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അറിയുന്നതാരോ അദ്ദേഹത്തെ എന്ത് പറയുന്നു? ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള ആത്മാവ് ക്ഷേത്രജ്ഞനാണ്. ആശ്രയ. ആശ്രയ പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ എല്ലാവർക്കും ആശ്രയം ഈ ആത്മാവ് മാത്രമാണ്. അവിക്രിയ. അവിക്രിയ പറഞ്ഞാൽ ഒന്നുകൊണ്ടും വികാരപ്പെടാതിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. സുദൃക്കാണ്. സുദൃക്ക് പറഞ്ഞാൽ എന്താ? അവനവനെ തന്നെ കാണുന്നതിനാണ് സുദൃക്ക് എന്ന് പറയാം. ആത്മാവ് എല്ലായ്പ്പോഴും ആരെ കണ്ടുകൊണ്ടിരിക്കുന്നു? തന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ വ്യാപക. വ്യാപക പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതും ഇതേ ആത്മവസ്തുവാണ്. പിന്നെ പറഞ്ഞു അസംഗി. അസംഗി എന്ന് പറഞ്ഞാൽ ഒന്നിനോടും സംഘമില്ലാതെ ചർച്ചയില്ലാതെ നിൽക്കുന്ന വസ്തുവും ആത്മാവാണ്. അനാവൃത. അനാവൃത പറഞ്ഞാൽ എന്താ? ആവരണം ചെയ്യപ്പെട്ടതല്ല. അത് ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ അനേകം ഗുണങ്ങളെപ്പറ്റി ഈ പ്രഹ്ലാദൻ പറയുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ശരിയായി നമ്മളോട് പറയുന്നത് ആത്മാവിനെ കുറിച്ചാണ്. ഏത് ഉപനിഷത്ത് എടുത്തു നോക്കിയാലും, നിങ്ങൾ ഏത് ഉപനിഷത്ത് വായിച്ചാലും വിരോധമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഉപനിഷത്തും കൂടി പഠിക്കൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു ഉപനിഷത്ത് പഠിച്ചാൽ മതി. അതിന് തന്നെ എത്ര കാലം വേണമല്ലേ? ഒരുപാട് സമയമെടുത്താലേ നമുക്ക് ഒരു ഉപനിഷത്തെങ്കിലും പഠിക്കാൻ കഴിയണം. ഇനി അതല്ലെങ്കിൽ ഭാഗവതം പഠിച്ചാലും മതി. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഗുരുമുഖത്ത് നിന്ന് നന്നായി ഇരുന്ന് പഠിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം അങ്ങനെ ആത്മാവിനെ പറ്റിയാണ് നമ്മൾ ഭാരതത്തിലുള്ള ഒരുവിധം എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രധാനമായിട്ട് പറയുന്നത്. അപ്പം മനുഷ്യജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കലാണ്. ഏതൈഹി ദ്വാദശഭിഹി വിദ്വാൻ ആത്മനോ ലക്ഷണൈഹി പരൈഹി അഹം മമേതി അസദ്ഭാവം ദേഹാദോ മോഹജം തിചേൽ. പിന്നെ പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാരോട്, നമ്മളോടാണ് ഇതൊക്കെ പറയുന്നുട്ടോ, കൂട്ടുകാരോട് മാത്രമല്ല. ഏതൈഹി ദ്വാദശഭിഹി വിദ്വാൻ, ഈ പറഞ്ഞ ആത്മാവിൻ്റെ 12 ഗുണങ്ങളെ പറ്റി നന്നായി അറിയുക, നന്നായി ചിന്തിക്കുക. ഇതെല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. എന്ത്? ആത്മാവിനെ പറ്റി. എന്നിട്ട്
അഹം മമേതി അസദ്ഭാവം ദേഹാദോ മോഹജം തിചേൽ. രണ്ട് ഭാവങ്ങളെ കളയണമെന്ന് പറയണം. ശരിക്കു പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യൻ ആരാ ചോദിച്ചാൽ ഒന്ന് കപിലവാസുദേവരാണ്. കപിലവാസുദേവരുടെ ആശയങ്ങളാണ് പിൽക്കാലത്ത് ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും പല രൂപത്തിൽ പല ഭാവത്തിൽ പടർന്നു പന്തലിച്ചത്. അപ്പം കപിലവാസുദേവരുടെ ഉപദേശങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഭാഗവതത്തിൽ കാണാൻ പറ്റും അല്ലേ? അപ്പം കപിലവാസുദേവർ പറയുന്നത് തന്നെയാണ് ആര് പറയുന്നത്? പിന്നീടുണ്ടായ എല്ലാ ആചാര്യന്മാരും പല പല രീതിയിൽ പറഞ്ഞതൊക്കെ കപിലവാസുദേവർ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ തന്നെയാണ്. ഒരു മാറ്റവും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം. ഇപ്പം കപിലവാസുദേവരും ദേവഹൂതിയോട് പറയുന്നുണ്ട്, ഈ രണ്ട് ഭാവങ്ങളെ നമ്മൾ ഒഴിവാക്കണം. ഒന്ന് അഹം എന്ന് പറയുന്ന ഭാവം, രണ്ടാമത്തത് മമ എന്ന് പറയുന്ന ഭാവം. ഇവിടെ പ്രഹ്ലാദൻ അത് തന്നെയാണ് കൂട്ടുകാരോട് പറയുന്നത്. അഹം മമേതി അസത് ഭാവം, അത് അസത്തായിരിക്കുന്ന ഭാവമാണ്. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇല്ലാത്ത ഒരു ഭാവമാണല്ലേ. സ്വതവേ നമ്മൾ അഹം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് നമുക്ക് എപ്പോഴും ഒരു അഹംബുദ്ധി ഉണ്ടാകുന്നത് അല്ലേ. ഇതിനാണ് ഈ അഹന്ത അഹന്ത എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നയാളാണ്, എനിക്ക് ഇന്ന യോഗ്യതകളൊക്കെ ഉണ്ട്, ഞാൻ ഇത്തിരി കേമനാണ് എന്നൊക്കെ നമുക്കിങ്ങനെ നമ്മളെപ്പറ്റി പല വിചാരങ്ങളും ഉണ്ടാവും. ഇത് അസത്തായിരിക്കുന്ന ഒരു ഭാവമാണ് എന്ന് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. ഭാഗവതം മനസ്സിലാക്കാൻ എളുപ്പമല്ല. നിങ്ങൾ എത്ര സപ്താഹം കേട്ടാലും ഭാഗവതം മനസ്സിലാവില്ല. എത്ര കാലം ഇരുന്ന് വ്യാഖ്യാനങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ടല്ലേ. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഒരു 36 കൊല്ലിരുന്ന് പഠിച്ചാലും ചിലപ്പോൾ ഭാഗവതം മനസ്സിലായി എന്ന് വരില്ല. കാരണം ഭാഗവതം പഠിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അർത്ഥം പഠിക്കലല്ല. എല്ലാ വാക്കിൻ്റെ അർത്ഥം പഠിച്ചതുകൊണ്ടും ഭാഗവതം പഠിക്കണം എന്നില്ല. ഭാഗവതം എന്ന് പറയുന്നത് ഭാവമാണ് എന്നർത്ഥം. പൂർണ്ണമായ ഭാവത്തോടെ ആരാണോ സമീപിക്കുന്നത് അവർക്ക് മാത്രമേ ഭാഗവതം സ്വയം വെളിപ്പെടുള്ളൂ എന്ന് പറയും. അല്ലാത്തവർക്ക് ഭാഗവതം ഒരിക്കലും വെളിപ്പെടുകയില്ല എന്ന് പറയും. അപ്പോൾ ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാ ചോദിച്ചാൽ ഭാവം എന്ന് പറയുന്ന വാക്കാണ്. ഭാവം. ആ ഭാവം എന്തായിരിക്കണം? നല്ല ഭാവം വേണമല്ലേ. രണ്ട് തരത്തിലുള്ള ഭാവമുണ്ട്. ഒന്ന് നല്ല ഭാവമാണ്, മറ്റേത് മോശമായ ഭാവമാണ്. അപ്പോൾ സ്വതവേ നമുക്കൊക്കെ മോശമായ ഭാവങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക അല്ലേ. ഞാൻ ശരീരമാണ് എന്നുള്ളൊരു വിചാരം, കുറേ സാധനങ്ങളൊക്കെ എൻ്റേതാണ് എന്നുള്ള വിചാരം, ഈ രണ്ട് വിചാരങ്ങളും അസത്തായിരിക്കുന്ന ഭാവമാണ്. അപ്പോൾ എൻ്റേതെന്ന് വിചാരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ബുദ്ധിശൂന്യതയാണ്. എന്താ കാരണം? ശരിക്കു പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവൻ പദാർത്ഥങ്ങളുടെയും ഉടമയാരാന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ. പ്രപഞ്ചം എത്രയോ വലുതാണ്. എത്രയാണ് പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ചോദിച്ചാൽ അറിയില്ല. പ്രപഞ്ചത്തിൽ സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്. എടുത്താലും തീരാത്ത അത്ര സമ്പത്താണ് ഇവിടെയുള്ളത്, ഈ പ്രപഞ്ചത്തിലുള്ളത്. അല്ലാണ്ട് പല ആൾക്കാരും പറയുന്നത് പോലെയല്ല. പലരും പറയുന്നത് എടുത്താലൊക്കെ തീർന്നു പോകുന്ന അല്ലേ. അതത്ര ശരിയൊന്നുമല്ല. അപ്പം പ്രപഞ്ചത്തിൽ എത്ര എടുത്താലും തീരാത്തത്ര സമ്പത്ത് എവിടെയുണ്ട്? ഈ പ്രപഞ്ചത്തിലുണ്ട്. എത്ര മനുഷ്യർ എത്ര കാലം എടുത്ത് ഉപയോഗിച്ചാലും പ്രപഞ്ചത്തിലെ സമ്പത്ത് തീരാൻ പോകുന്നില്ല. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും ഉടമയാര് എന്നൊരു ചോദ്യമുണ്ട്. വേദത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ആരാമം എല്ലാവരും കാണുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ആരാമം എല്ലാവരും കാണുന്നു, പക്ഷേ ആരാമത്തിൻ്റെ ഉടമസ്ഥനെ ആരും കാണുന്നില്ല. ഇത് വേദത്തിലൊരു മന്ത്രമാണ്. ആരാമം എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഈ പ്രപഞ്ചമാകുന്ന ആരാമത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ആരും കാണുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ഭാവനയിൽ വരേണ്ട പ്രധാനപ്പെട്ട ആശയമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവൻ പദാർത്ഥങ്ങളുടെയും ഉടമ ഒരാൾ മാത്രമാണ്, രണ്ടാമതൊരു ഉടമയില്ല എന്നർത്ഥം. അതാരാ ചോദിച്ചാൽ ഈശ്വരനാണല്ലേ. ഈശ്വരൻ്റെ ഒരു വസ്തുവിൽ നമുക്കെങ്ങനെയാ അവകാശം ഉണ്ടാവുക? ഒരു തരത്തിലും അവകാശം ഉണ്ടാവില്ല. അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും ഈശ്വരന് അവകാശപ്പെട്ടതാണ്. ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റേത് എന്ന് പറയാൻ ഈ ലോകത്തിൽ എന്താ ഉണ്ടാവുക അല്ലേ. അപ്പം അതുകൊണ്ട് ഭാഗവതം ശരിക്ക് ഭാവസമ്പൂർണമായി ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് എൻ്റേത് എന്ന് ചിന്തിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ സ്വതവേ ഒരു സാധാരണ മനുഷ്യൻ എൻ്റെ വീട് എന്ന് പറയും, എൻ്റെ ഭാര്യ എന്ന് പറയും, എൻ്റെ ഭൂമി എന്ന് പറയും അല്ലേ, എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയും. അങ്ങനെ പലതും എൻ്റെന്ന് ചേർത്ത് പറയും. അത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിശൂന്യതാണെന്ന് അർത്ഥം. അപ്പം എൻ്റേതെന്ന് പറയാൻ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല എന്നാര് പറയുന്നു? പ്രഹ്ലാദൻ പറയുന്നു. എല്ലാം ആരുടേതാണ്? ഈശ്വരൻ്റേതാണ്. ഇത് സാധാരണ ഇത് പ്രഭാഷണം കേട്ടുകൊണ്ടൊന്നും തലയിലേക്ക് കയറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കുറേ നമ്മൾ വായിച്ചതുകൊണ്ടും കാര്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരുന്ന് ചിന്തിക്കണം. എന്ത്? ഇതെൻ്റെ അല്ലാതെ പറയണ്ട കേട്ടോ. ഇതെൻ്റെ അല്ല എന്നല്ല പറയേണ്ടത്, ഇത് ഭഗവാന്റേതാണ് എന്ന് ഉറപ്പിക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഓരോരോ ഇതൊക്കെ ശരിക്കും ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ മിക്കവാറും ആൾക്കാരും ഇവിടെ ഗൃഹസ്ഥന്മാരുണ്ട്, സന്യാസിമാരൊക്കെ അവിടെ കാണാനുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുക, ദിവസേന പലതവണയായിട്ട് തൊടുക. തൊട്ടിട്ട് പറയുക, ഇത് ഭഗവാന്റേതാണ്, ഇത് ഭഗവാന്റേതാണ്, ഇത് ഭഗവാന്റേതാണ്, ഇത് ഭഗവാന്റേതാണ്. വേണമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. വീട്ടിൽ കാണുന്ന ഓരോരോ പദാർത്ഥങ്ങളും കൈകൊണ്ട് തൊട്ട് 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 പറയുക, എന്ത്, ഇത് ഭഗവാന്റേതാണ്, ഇത് ഭഗവാന്റേതാണ്, ഇത് ഭഗവാന്റേതാണ്. അങ്ങനെ ഉറക്കെ പറയേണ്ട കേട്ടോ. ഉറക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കാണുന്നവർ എന്തോ തലയ്ക്ക് സുഖമില്ല എന്ന് വിചാരിക്കും. ഈ ആധ്യാത്മികമായ കാര്യങ്ങളൊന്നും ഉറക്കെ പറയാനേ പാടില്ല എന്നവർ ഒക്കെ മനസ്സുകൊണ്ടാണ് പറയേണ്ടത്. അപ്പോൾ ഓരോരോ വസ്തുക്കളും തൊട്ടിട്ട് ഇത് ഭഗവാന്റേതാണ്, ഭഗവാന്റേതാണ് നിങ്ങൾ ഉറപ്പിക്കുക. പിന്നെ നമ്മുടെ മണ്ണുണ്ടാവുമല്ലേ, നമുക്കൊരു 5 സെൻറ്റോ 10 സെൻറ്റോ എത്രയാണെങ്കിലും ആ മണ്ണിൽ കൈ കുത്തി വെച്ചിട്ട് പറയാം, ഈ മണ്ണ് ആരുടേതാണ്, ഭഗവാന്റേതാണ്. അപ്പോൾ ഭഗവാന് 2 പത്നിമാരുണ്ടെന്ന് പറയും. ഒന്ന് ഭൂമിദേവിയാണ്, മറ്റേത് ലക്ഷ്മി ദേവിയാണ്. അതായത് ഈ ഭൂമി മുഴുവനും ആരുടെ ഭാര്യയാണ്, ഭഗവാന്റെ ഭാര്യയാണ്. എന്തൊരു നല്ല സങ്കല്പം അല്ലേ. അതുപോലെ പ്രപഞ്ചത്തിലെ സമ്പത്ത് മുഴുവനും ആരുടേതാണ്, ഭഗവാന്റേതാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജപിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ എൻ്റേതെന്ന് വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ തൊട്ടിട്ട് ഭഗവാന്റെയാണ്, ഭഗവാന്റെയാണ് എന്ന് പറയാം. അപ്പോൾ ഭാഗവതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ അല്ലേ. ഭാഗവതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, പലർക്കും അറിയില്ല. ഭാഗവതം വായിക്കുന്നവർക്ക് തന്നെ പലർക്കും അറിയില്ല എന്താ അതിൻ്റെ അർത്ഥം എന്നല്ലേ. അപ്പോൾ ഭാഗവതം എന്ന വാക്കിൻ്റെ അർത്ഥം ഭഗവാന്റേത് എന്നാണ്. അപ്പോൾ ഭാഗവതം മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം ഭഗവാന്റേതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ എന്ത് രസമാണ് പ്രഹ്ലാദൻ പറയണത്. അഹം മമേതി അസദ്ഭാവം ദേഹാദോ മോഹജം ത്യജേൽ. ഇപ്പം 2 കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞത്. ഒന്ന്, ക്ഷേത്രജ്ഞനായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ കണ്ടെത്തുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അഹന്തയെയും മമതയെയും ഒഴിവാക്കുക. ചില ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഞാൻ എന്നുള്ള വാക്ക് പരമാവധി ഒഴിവാക്കും. അതൊക്കെ നമുക്കും വേണേൽ ചെയ്തു നോക്കാം. നമ്മുടെ സംഭാഷണത്തിലൊക്കെ കഴിയുന്നതും ഞാൻ എന്നുള്ള വാക്ക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഭഗവാൻ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ എൻ്റേതെന്ന് പറയുമ്പോഴും നമ്മൾ അതിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഒരുതരം നല്ല ശീലമാണ്. പിന്നെ പ്രഹ്ലാദൻ അടുത്തതായിട്ട് പറയുന്നു, ഇപ്പോൾ സംഗതി മനസ്സിലായി നമുക്ക്. എന്താ മനസ്സിലായത്, നമ്മൾ അന്വേഷിക്കുന്ന ഈശ്വരൻ ദൂരത്തല്ല, പ്രഹ്ലാദൻ പറയുന്നു ചാരത്താണ്. ദൂരത്തല്ല, ചാരത്താണ്, വളരെ അടുത്താണ്. ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വിമാനത്തിൻ്റെ ആവശ്യമില്ല, തീവണ്ടിയുടെ ആവശ്യമില്ല, കാറിൻ്റെ ആവശ്യമില്ല, ഒരു സൈക്കിൾ പോലും വേണ്ട, നടക്കും വേണ്ട, ഒന്നും വേണ്ട. എന്താ കാരണം, അത്രയും അടുത്താണ് നമ്മൾ അന്വേഷിക്കുന്ന ഭഗവാൻ. ശബരിമലയ്ക്കും പോണ്ട, മൂകാംബികയ്ക്കും പോണ്ട, ഗുരുവായൂർ പോണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്. അമ്പലത്തിൽ നിന്ന് പോണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ചില ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, എവിടുന്നാ വരണത്, ഞാൻ ബദരി പോയി വരിക, കേമാന്ന് തോന്നുമല്ലേ. മറ്റൊരാൾ ചോദിച്ചു, എവിടുന്ന, ഞാനീ തൊട്ടടുത്ത കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് വരിക. ഈ തൊട്ടടുത്ത കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് വരുന്ന ആൾ എന്തോ ഒരു മോശക്കാരനാണ് എന്നൊരു വിചാരം ബദരി പോയി ആൾക്കുണ്ടാവുമല്ലേ. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഈ നാട്ടിലുള്ള കൃഷ്ണന്റെ അമ്പലത്തിലുള്ള അതേ കൃഷ്ണൻ തന്നെയാണ് എവിടെ ഇരിക്കണത്, ബദരിയിൽ ഇരിക്കണതും ഗുരുവായൂരിൽ ഇരിക്കണതും ഒക്കെ ഒരേ കൃഷ്ണൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമുക്കതങ്ങോട്ട് മനസ്സിലാവണില്ല അല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞു, ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുണ്ട്. നമുക്കത് കൂടുതൽ സ്പഷ്ടമായി മനസ്സിലാകുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഉള്ളിലാണല്ലേ. അപ്പം ഈശ്വരൻ എത്രയോ അടുത്താണെന്ന് പ്രഹ്ലാദൻ പറഞ്ഞു തരുന്നു. പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കി സ്വന്തം ഹൃദയത്തിലുള്ള ഈശ്വരനെ 5-ാമത്തെ വയസ്സിൽ കണ്ടെത്തിയ ഒരു മഹാത്മാവാണ് പ്രഹ്ലാദൻ അല്ലേ. അതുകൊണ്ട് പ്രഹ്ലാദൻ പറയുന്നു, ആ ഈശ്വരനെ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. അതെന്താ വഴി ചോദിച്ചു കൂട്ടുകാരൻ. അപ്പോൾ കൂട്ടുകാരോട് നമ്മളോടാണ് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നമ്മളോടാണ്. പ്രഹ്ലാദനെ നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഈ അധ്യായം നന്നായിട്ട് വായിക്കുക. പ്രഹ്ലാദൻ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നതായിട്ട് ഭാവനയിൽ കാണാം. ഈ ഭാഗവതത്തെ ഭാവനയിൽ കാണുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ശ്രോതാക്കൾക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ലൊരു പരിപാടിയാണ്. ഭാഗവതത്തിൽ ഏതെങ്കിലും ഒരു ശ്ലോകം എടുക്കുക, ആ ശ്ലോകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാവന കൊണ്ട് നന്നായിട്ട് കാണുക. അതിന് കുറേ സമയമെടുക്കും. ചില ശ്ലോകം അങ്ങനെ ഭാവനയിൽ കാണാൻ വേണ്ടി ചിലപ്പോൾ 2-3 ദിവസങ്ങളൊക്കെ പിടിക്കും. നല്ല രസമാണ്. അപ്പോൾ പ്രഹ്ലാദൻ ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കണ്ടെത്താൻ വേണ്ടി, നമ്മുടെ ഭാവനയെ വികസിപ്പിക്കാൻ വേണ്ടി മനോഹരമായ കാവ്യാത്മകമായ ഭാഷയിൽ ഒരു കാര്യം പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. കേട്ടോളൂ. ഇതൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടും. സ്വർണം യഥാ ഗ്രാവസു ഹേമകാരഃ ക്ഷേത്രേഷു യോഗൈഃ തദഭിജ്ഞ ആപ്നുയാൽ.
ക്ഷേത്രേഷു ദേഹേഷു തഥാത്മയോഗൈഹി അധ്യാത്മവിൽ ബ്രഹ്മഗതിം ലഭേത. ശരിക്കും ഒരൊറ്റ ശ്ലോകം പഠിച്ചാൽ മതി. ഭാഗവതം മുഴുവൻ പഠിക്കുന്നതിന് പകരം ഈ 21ാമത്തെ ഒരൊറ്റ ശ്ലോകം പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആത്മസാക്ഷാത്കാരം നേടാം. സ്വർണം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് പറയാണ്. സ്വർണം യഥാ ഗ്രാവസു ഹേമകാരഹ. സ്വർണം എവിടുന്നാണ് കിട്ടുന്നത്? നമുക്കറിയാം അല്ലേ? എവിടുന്നാണ് കിട്ടണത്? ഭൂമി കുഴിച്ചിട്ടാണ് സ്വർണം കിട്ടുന്നത്. അപ്പോൾ ഭൂമിയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക? സ്വർണം ഉണ്ടാവുക. അപ്പോൾ എവിടെയാണ് സ്വർണമുള്ളത് എന്ന് ആദ്യമായി കണ്ടെത്തണം. ആ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഇപ്പം ഇവിടെ സ്വർണ്ണം ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സ്വർണം യഥാ ഗ്രാവസു ഹേമകാരഹ ക്ഷേത്രേഷു യോഗൈഹി തദഭിജ്ഞ ആപ്നുയാൽ. തദഭിജ്ഞ പറഞ്ഞാൽ സ്വർണത്തെ പറ്റി അറിയുന്നതാണ്. അപ്പം അദ്ദേഹം പറയും അവിടെയൊക്കെ നന്നായിട്ട് കുഴിച്ചോളാൻ പറയും. അപ്പം അങ്ങനെ വലിയ വലിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരിക, കുഴിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ കാണുന്ന മണ്ണ് മുഴുവൻ എടുത്തിട്ട് എന്ത് ചെയ്യണം? കളയണം. മണ്ണെടുത്ത് വലിയ കിണറാവും അല്ലേ? അങ്ങനെ കുറേ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ ചെറിയ തരികളൊക്കെ ഉള്ള മണ്ണുകൾ കിട്ടും. അപ്പം ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റുകയാണ് ഒന്നാമത്തെ പരിപാടി. അങ്ങനെ കുറേ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക? സ്വർണ്ണഖനി എന്ന് പറയും അല്ലേ? അപ്പം ആ സ്വർണ്ണഖനിയുടെ അടിയിൽ സ്വർണ്ണത്തരികളുള്ള മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തദഭിജ്ഞ, അതിനെപ്പറ്റി അറിയുന്ന ആൾ പറയും ഇനി മണ്ണ് കളയണ്ട. എന്താ കാരണം? ഇനി എടുക്കുന്ന മണ്ണിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സ്വർണത്തിൻ്റെ ചെറിയ ചെറിയ തരികളുണ്ട്. അപ്പം ആ മണ്ണുകളൊക്കെ എന്ത് ചെയ്യും? പ്രത്യേകം എടുത്തു വെക്കും. നമുക്കിത് പറയാനാകെ 2 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ അല്ലേ? പക്ഷെ ഇത്രയും മണ്ണ് മാറ്റണമെങ്കിൽ എത്ര അധ്വാനം വേണം അല്ലേ? ഒരുപാട് അധ്വാനിക്കണം. ഈ മണ്ണൊക്കെ എടുത്തു മാറ്റി അടിയിലേക്ക് ചെന്ന് സ്വർണ്ണത്തരികളുള്ള മണ്ണ് മാത്രം എടുക്കുകയാണ് അടുത്ത പരിപാടി. അങ്ങനെ സ്വർണ്ണത്തരികളുള്ള മണ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ലോറിയിലോ എന്തെങ്കിലും എടുത്ത് കയറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെയാണ് ഒരുപാട് സംസ്കാരത്തിൻ്റെ ഘട്ടങ്ങളുണ്ടല്ലേ? അതിലെ മണ്ണുകൾ ഇങ്ങനെ 1ാമത്തെ ഘട്ടത്തിൽ നീക്കം ചെയ്യും, 2ാം ഘട്ടത്തിൽ നീക്കം ചെയ്യും. അങ്ങനെ കുറേ ഘട്ടങ്ങളായിട്ട് ഈ മണ്ണും സ്വർണ്ണമല്ലാത്ത വസ്തുക്കളോ ഒക്കെ നീക്കം ചെയ്യുന്നതിനാണ് പ്രോസസ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അത് വളരെ വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്വർണം കിട്ടും. ആ കിട്ടുന്ന സ്വർണത്തിൽ എന്തുണ്ടായിരിക്കും? കുറേ മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. ആ മാലിന്യങ്ങളാണ് അവസാന ഘട്ടത്തിൽ നീക്കം ചെയ്യുന്നത്. ആ മാലിന്യങ്ങളും കൂടി നീക്കം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്വർണം കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന സ്വർണം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പലതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം എന്താ ഇപ്പോൾ പഠിച്ചത്? ഭാഗവതം കേൾക്കാൻ വന്നിട്ട് സ്വർണമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് സ്വർണമുണ്ടാക്കുന്ന പ്രോസസ്സ്, ഇത് കെമിസ്ട്രിയാണ് ഈ വിഷയം. കെമിസ്ട്രി പഠിക്കുന്നവരാണ് ഈ സ്വർണമുണ്ടാക്കുന്ന പ്രോസസ്സ് പഠിക്കുന്നത്. AU എന്നാണ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു പേര്. അപ്പോൾ ഈ സ്വർണമുണ്ടാക്കുന്നത് കെമിസ്ട്രി പഠിച്ചവർക്ക് നന്നായിട്ടറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് സ്വർണത്തിന് വില കൂടാൻ എന്താ കാരണം? ഈ പ്രോസസ്സ് വളരെ വില പിടിച്ചതായതുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടിയത്. ഞാനൊക്കെ എന്നും പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഈ പ്രോസസ്സ് വളരെ വില കുറഞ്ഞതാവണേ ഈശ്വരാന്ന്. അതോടുകൂടി സ്വർണത്തിൻ്റെ ഒരു വിലയില്ലുണ്ട്. 1 രൂപയ്ക്ക് 10 കിലോ സ്വർണ്ണമൊക്കെ കിട്ടും. എങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് വളരെ വില കുറഞ്ഞതാണെങ്കിൽ, ചിലവ് കുറഞ്ഞതാണെങ്കിൽ 1 രൂപയ്ക്ക് 10 കിലോ സ്വർണ്ണമൊക്കെ കിട്ടും. പണ്ട് അലുമിനിയത്തിന് വലിയ വിലയായിരുന്നു. എന്താ കാരണം? അലുമിനിയം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അലുമിനിയം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അലുമിനിയത്തിന് വില കുറഞ്ഞു. അതേപോലെ സ്വർണവുമായി തീരണേന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രഹ്ലാദിനെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരാം. അപ്പം എന്തിനാ ഇപ്പോൾ സ്വർണ്ണം ഉണ്ടാക്കണ കഥ പറഞ്ഞതെന്ന് മനസ്സിലായി? എന്താ ഇപ്പോൾ ഇത് പറഞ്ഞത്? ഒരു കാര്യം പറഞ്ഞാൽ ഇത് എന്തിനാ പറഞ്ഞതെന്ന് മനസ്സിലാവേണ്ടേ? അപ്പോൾ വെറുതെ നമ്മൾ ഈ മണ്ണ് കാണുമ്പോൾ അവിടെ സ്വർണ്ണമുണ്ട് നമുക്കറിയാൻ പറ്റിയിട്ടില്ല അല്ലേ? തദഭിജ്ഞ, സ്വർണ്ണമുണ്ടെന്ന് അറിയുന്ന ആൾക്ക് മാത്രമേ ആ മണ്ണിൻ്റെ അടിയിൽ ഇത്രയും കുഴിച്ചു എന്നാൽ സ്വർണം കിട്ടുമെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇതേപോലെ നമ്മുടെ ശരീരവും എന്താണ്? ശരിക്കും പറഞ്ഞാൽ പല പല പദാർത്ഥങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. കണ്ടാൽ ഇതിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കേണ്ടത് നമുക്ക് തോന്നില്ല അല്ലേ? ഒരു മനുഷ്യനെ വെറുതെ ഇങ്ങനെ നോക്കൂ, ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ സ്വർണം പോലെയുള്ള ഈശ്വരൻ ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നമ്മളോട് ഗുരുക്കന്മാർ പറഞ്ഞു തരും ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ആരിയ്ക്കുന്നുണ്ട്? ആത്മാവ് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്വർണമല്ലാത്ത പദാർത്ഥങ്ങളൊക്കെ എടുത്തു മാറ്റിയപ്പോഴാണല്ലോ അവസാനം സ്വർണം കിട്ടിയത് അല്ലേ? അങ്ങനെയല്ലേ? എന്താ ഇപ്പം മനസ്സിലായത്? സ്വർണമല്ലാത്ത പദാർത്ഥങ്ങളൊക്കെ എടുത്തു മാറ്റിയപ്പോൾ എന്ത് കിട്ടി? സ്വർണം കിട്ടി. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ആത്മാവല്ലാതെ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ എടുത്തു മാറ്റുക. അതിനാണ് നേതി നേതി ത്യതത്യജൻ എന്ന് പറയാം. നേതി നേതി, ഇതല്ല 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 എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ പറയുന്നു, ആത്മാവല്ലാത്തതിനെയൊക്കെ എടുത്തങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയാവുന്നത് എന്താണോ അതിനെയാണ് എന്ത് പറയുന്നത്? ആത്മാവ് എന്ന് പറയുന്നത്.
അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പായി. ഈ സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെടണോ അതിനേക്കാൾ എത്രയോ കഷ്ടപ്പെട്ടാൽ മാത്രമേ, പരിശ്രമിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവിനെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. രാജസേവയെ പറ്റി സാധാരണ പറയാറുണ്ട്. ഈ ചാക്യാന്മാരൊക്കെയാണ് പറയാറുള്ളത്. രാജസേവ കേട്ടിട്ടില്ലേ? എന്നുള്ളവർക്ക് രാജസേവ എന്താണെന്ന് അറിയില്ല അല്ലേ? രാജസേവ എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെ ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാം. രാജസേവ ചാക്യാന്മാരാണ് പറയാം. രാജസേവ മനുഷ്യന്മാർക്ക് രാജസേവ വളരെ പ്രയാസപ്പെട്ടതാണ്. അത് ഏതൊക്കെ പോലെ ചോദിച്ചാൽ, ഒന്ന്, ഇപ്പം ഇവിടെ വലിയ ഒരു വാൾ ഇങ്ങനെ വെക്കുക, നല്ല മൂർച്ചയുള്ളൊരു വാൾ ഇവിടെ നീളത്തിൽ വെച്ചു എന്ന് വിചാരിച്ചോളൂ. നമ്മളെല്ലാവരെയും വിളിക്കുകയാണ് ആ വാളിൻ്റെ അടുത്തേക്ക്. നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ മതി, നമ്മുടെ നാവിൻ്റെ അറ്റം കൊണ്ട് ഈ വാളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ വേഗത്തിൽ നക്കണം. എത്ര പേര് വരും? സംഗതി എന്താണെന്ന് മനസ്സിലായോ? എന്താ ഇപ്പം മനസ്സിലായത്? ഇത്രയും മൂർച്ചയുള്ള, തൊട്ടാൽ മുറിയുന്ന ഈ വാളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മുടെ നാവ് കൊണ്ടിങ്ങനെ വേഗത്തിൽ നക്കണം. നല്ല പ്രയാസമല്ലേ? എന്നാൽ അതിനേക്കാൾ പ്രയാസമാണത് രാജസേവ എന്ന് പറയണം. പിന്നെ പറയും അതല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയും. ഒരു സിംഹത്തിനെ ഇവിടെ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്, നല്ല വിശപ്പുള്ള സിംഹമാണ്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നേരെ ഈ സ്റ്റേജിലേക്ക് കയറി വന്ന് ആ വിശക്കുന്ന സിംഹത്തിനെ ഒന്നായിട്ട് കെട്ടിപ്പിടിച്ച് അതിൻ്റെ മുഖത്ത് തെരുതെരെ ചുംബിക്കണം. എന്താ, തയ്യാറാണോ? അയ്യോ, നേരത്തെ പറഞ്ഞതാ കുറച്ചും കൂടി എളുപ്പം തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ സിംഹത്തിനെ കെട്ടിപ്പിടിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണോ അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഏത് രാജസേവ എന്ന് പറയും. ഈ രാജാവിനെ സേവിക്കുക അത്രയും പ്രയാസമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ആത്മാവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ പ്രഹ്ലാദൻ പറയുന്നു, അതിന് ദേഹസ്തു സർവസംഘാതോ ജഗത്തസ്ഥുരിദ്വിധ അത്രൈവ മൃഗ്യ പുരുഷോ നേതീതി അതൽ ത്യജൻ. നേരത്തെ പറഞ്ഞല്ലോ അല്ലെ? ആത്മാവല്ലാത്തതിനൊക്കെ അനാത്മാക്കൾ എന്ന് പറയും. അനാത്മാക്കളെ ഓരോന്നിനെ നേതി ഇതല്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞാൽ നമുക്ക് അത്രൈവ മൃഗ്യ, ഈ ശരീരത്തിൽ തന്നെ എന്നൊരർത്ഥം, ഈ ജന്മത്തിൽ തന്നെ എന്ന് വേറൊരർത്ഥം. ഇനി അതിനുവേണ്ടി വേറൊരു ജന്മം എടുക്കണ്ട, ഈ ജന്മത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത്രൈവ മൃഗ്യ പുരുഷ നേതീതി അതൽ ത്യജൻ. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ, ഇപ്പോൾ തന്നെ, ഈ ശരീരത്തിൽ തന്നെ, ഈ കാലത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭഗവാനെ അന്വേഷിക്കാം. മൃഗ്യ പറഞ്ഞാൽ എന്താ? ഭഗവാനെ അന്വേഷിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന അർത്ഥം. അന്വയവ്യതിരേകേണ വിവേകേനോഷതാത്മന സർഗസ്ഥാന സമാംനായൈഹി വിമർശദ്ഭി അസത്വരൈഹി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് അസത്വരൈഹി. അസത്വരന്മാരായിട്ട് ജീവിക്കണം എന്നാണ്. അസത്വരന്മാര് പറഞ്ഞാൽ എന്താ? ധൃതി പിടിച്ച് ജീവിക്കരുത് എന്നർത്ഥം. ഒക്കെ വേഗം വേണമെന്ന് വിചാരിച്ചാൽ ധൃതി പിടിക്കുന്നവർക്ക് ഒരിക്കലും ആരെ കിട്ടുകയില്ല? ആത്മാവിനെ കിട്ടുകയില്ല. അപ്പം ക്ഷമയോടുകൂടി സാവധാനത്തിൽ വേണം എന്ത് ചെയ്യാൻ? ഈ ആത്മാവിനെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും. പിന്നെ പറയുന്നു, ബുദ്ധേഹേ ജാഗരണം സ്വപ്ന സുഷുപ്തിരിതി വൃത്തയ താ ഏനൈവ അനുഭൂയന്തേ സോധ്യക്ഷ പുരുഷ പരഹ. പിന്നെ ബുദ്ധിക്ക് 3 അവസ്ഥകളുണ്ടെന്ന് പറയാണ്. ഒന്ന് ജാഗരണം, പിന്നൊന്ന് സ്വപ്നം, പിന്നൊന്ന് സുഷുപ്തി. അപ്പൊ ഈ 3 ബുദ്ധിവൃത്തികളെയും നമ്മൾ തിരിച്ചറിയണം. താ ഏനൈവ അനുഭൂയന്തേ, ഈ 3 വൃത്തികളെയും അനുഭവിക്കുന്നത് ആരാണോ അദ്ദേഹത്തെയാണ് എന്ത് പറയുന്നത്? പുരുഷൻ എന്ന് പറയുന്നു. അതുപോലെ അധ്യക്ഷൻ എന്ന് പറയുന്നു. പക്ഷേ ആ ഭഗവാനെ നമ്മൾ അറിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അജ്ഞാനം കൊണ്ടാണ് എന്ന് പറയാണ്. അപ്പം എന്തെല്ലാം പറഞ്ഞു തന്നു അല്ലേ? ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പ്രഹ്ലാദൻ പറഞ്ഞു തന്നു. ആ ഈശ്വരനെ സ്വർണം കിട്ടുന്നത് പോലെ കുറേ കഷ്ടപ്പെട്ട് അന്വേഷിച്ചാൽ നമുക്ക് ആ ഈശ്വരനെ കണ്ടെത്താം എന്ന് പറഞ്ഞു തന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈശ്വരനെ സാധാരണക്കാർ കാണുന്നില്ല ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയുന്നു, അജ്ഞാനമൂലഃ അപാർത്ഥഃ അപി പുംസഃ സ്വപ്ന ഇവ ഇഷ്യതേ. അജ്ഞാനമാണ് കാരണം എന്നർത്ഥം. അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റാത്തത്? ഈശ്വരനെ കാണാൻ പറ്റാത്തത്. അതുകൊണ്ട് പ്രഹ്ലാദൻ കുട്ടികളോട് പറയാണ്, തസ്മാത് ഭവദ്ഭിഹി കർത്തവ്യം കർമ്മണാം ത്രിഗുണാത്മനാം ബീജനിർഹരണം യോഗ പ്രവാഹോപരമോ ധിയഃ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്ന് പ്രഹ്ലാദൻ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് ഭാഗവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം. പ്രഹ്ലാദൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്. എന്തെല്ലാം ചെയ്താലാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ഞാൻ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാമെന്ന് പറയാണ്. കണ്ട ആൾക്കല്ലേ കണ്ട വസ്തുവിനെ പറ്റി പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പം നമുക്കൊന്നും ഈശ്വരനെ പറ്റി ശരിക്കും പറഞ്ഞാൽ പറയാൻ കഴിയില്ല. എന്താ കാരണം? നമ്മളാരും കണ്ടിട്ടില്ലല്ലോ
നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈശ്വരനെ കണ്ട ഒരാൾക്ക് മാത്രമേ, അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ആ ഈശ്വരന്റെ അനുഭവത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെറും വാചാടോപങ്ങൾ മാത്രമാണ്. ഇപ്പൊ പ്രഹ്ലാദനെ പറ്റി പറഞ്ഞാൽ പ്രഹ്ലാദൻ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഹ്ലാദന് ഈശ്വരനെ കാണാനുള്ള വഴി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, നമ്മളൊരാൾക്കും പറ്റില്ല. പ്രഹ്ലാദന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം എന്താ? പ്രഹ്ലാദൻ 24 മണിക്കൂറും ആരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്? ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ തൂണെന്ന് ചാടിയപ്പോൾ മാത്രമൊന്നുമല്ല കേട്ടോ കണ്ടത്. നരസിംഹം മുറിച്ച് തൂണെന്ന് ചാടി, ആ കഥയൊക്കെ നമുക്കറിയാം. പക്ഷെ ആ സമയത്ത് മാത്രമല്ല പ്രഹ്ലാദൻ ഭഗവാനെ കണ്ടത്. 24 മണിക്കൂറും പ്രഹ്ലാദൻ ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ പ്രഹ്ലാദൻ പറഞ്ഞു, തത്ര ഉപായ സഹസ്രാണ്. ഈ ഭഗവാനെ കണ്ടെത്താൻ നമ്മളൊക്കെ മനസ്സിലാക്കിയത് 3 വഴിയുണ്ട് എന്നല്ലേ. ജ്ഞാനമാർഗം, ഭക്തിമാർഗം, കർമ്മമാർഗം, പിന്നെ വേണമെങ്കിൽ ഒരു ധ്യാനമാർഗം. എന്നാൽ പ്രഹ്ലാദൻ പറയുന്നത് തത്ര ഉപായ സഹസ്രാണ്. ഭഗവാനെ കണ്ടെത്താൻ 1000കണക്കിന് വഴികളുണ്ട് എന്ന് പറഞ്ഞ ആചാര്യനാണ് ആര്? പ്രഹ്ലാദൻ. ആ ശ്ലോകം നോക്കിക്കോളൂ. തത്ര ഉപായ സഹസ്രാണ്. ഭഗവാനെ കണ്ടെത്താൻ 1 അല്ല 3 അല്ല 4 അല്ല 10 അല്ല 100 അല്ല 1000കണക്കിന് വഴികളുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ശാസ്ത്രം ഗംഭീരമാണല്ലേ. ഈശ്വരനെ കണ്ടെത്താൻ 1 വഴിയല്ല, 10 വഴിയല്ല, ഇഷ്ടംപോലെ വഴികളുണ്ട്. നിങ്ങൾ 10,000 പേരുണ്ടെങ്കിൽ 10,000 പേർക്ക് ഈശ്വരനെ കണ്ടെത്താൻ 10,000 വഴികളുണ്ട് എന്നർത്ഥം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വഴിയിൽ കൂടെ സഞ്ചരിക്കാമെന്ന് പ്രഹ്ലാദൻ പറയുന്നു. അയം ഭഗവത ഉദിത. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താ? യത് ഈശ്വരേ ഭഗവതി യഥാ യേഹി അഞ്ജസാ രതിഹി. ഭഗവാനോട് രതിയുണ്ടാകുന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞ് ഈ പ്രഹ്ലാദൻ പറയുന്ന അതേ വഴിയിൽ കൂടെ നമ്മളിലാരെങ്കിലും സഞ്ചരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. 1000 ആൾക്കാർ പ്രഭാഷണം കേട്ടാൽ ഒരാളുടെ ഉള്ളിലേക്കൊക്കെയാണല്ലോ കയറുക. അത്രയ്ക്കേ കയറുള്ളൂ. 10,000 പേര് ഗുരുവായൂരപ്പനെ കാണാൻ പോയാൽ അതിൽ ഗുരുവായൂരപ്പനെ ശരിക്കും കാണുന്നവർ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയ്ക്കേ ഉണ്ടാവാറുള്ളൂ. എല്ലാ സ്ഥലത്തും അതാണ് കഥ. ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ടെങ്കിൽ അതിൽ ഈശ്വര സാക്ഷാത്കാരം നേടുന്നവർ വളരെ കുറച്ച് പേരേ ഇടും. അപ്പൊ പ്രഹ്ലാദൻ പറയുന്നു യഥാ യേഹി അഞ്ജസാ രതിഹി. അപ്പോ ഈ ഒരു മാർഗം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാനോട് എന്തുണ്ടാവും? പരമമായിരിക്കുന്ന രതിയുണ്ടാവും. അതിന് കുറേ കാര്യങ്ങൾ പ്രഹ്ലാദൻ പറയുന്നുണ്ട്. ഒന്നാമത്തത് ഗുരുശുശ്രൂഷയാ. ഈശ്വരനെ കാണണം എന്ന് വിചാരിക്കുന്ന ആള് ആദ്യം ചെയ്യേണ്ടത് ഗുരുശുശ്രൂഷയാണ്. എന്താ ഈ ഗുരുശുശ്രൂഷ എന്ന് പറഞ്ഞാൽ? പലരും പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്കുകൂടിയല്ലേ ഈ ഗുരുശുശ്രൂഷ എന്ന് പറയുന്നത്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിലരൊക്കെ വിചാരിച്ചത് ഗുരുവിന് കാലിനൊക്കെ വേദന ഉണ്ടെങ്കിൽ കാലൊക്കെ അങ്ങനെ തടവി കൊടുക്കുക, ഗുരുവിന് മേലെ എണ്ണയൊക്കെ തേപ്പിച്ചു കൊടുക്കുക, ഗുരുവിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുക, ഗുരുവിന് ഇരിക്കാനുള്ള പീഠമൊക്കെ ഒരുക്കി കൊടുക്കുക, ഗുരുവിന് ഞങ്ങളുടെ യാത്ര പോകാനുണ്ടെങ്കിൽ യാത്രയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ആഹാരമൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക, ഗുരു ആഹാരം കഴിച്ച പാത്രമൊക്കെ കഴുകി വെക്കുക, ഗുരുവിന് രാത്രി കടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഗുരുശുശ്രൂഷ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ട്. ഇതൊക്കെ ചെയ്യാം, ഇതൊക്കെ വളരെ നല്ലതാണ്, ഇതൊക്കെ ശിഷ്യൻ ചെയ്യേണ്ടതുമാണ്. ശിഷ്യൻ സാധാരണ ഭിക്ഷ കൊണ്ടുവരും. ഭിക്ഷ കൊണ്ടുവന്നിട്ട് ഗുരുവിൻ്റെ സമീപത്തിൽ വെച്ച് മാറി നിൽക്കുക ചെയ്യുക. ഗുരു കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കി ഉണ്ടാവും, ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല. ശിഷ്യൻ യാതൊരു പരാതിയും പറയില്ല അല്ലേ. ചിലപ്പോൾ അത് ഗുരു മുഴുവൻ എടുത്ത് കഴിക്കും. അന്ന് ശിഷ്യൻ എന്തായിരിക്കും? പട്ടിണിയായിരിക്കും. പക്ഷെ ശിഷ്യൻ എന്തുണ്ടാവില്ല? പരാതി ഉണ്ടാവില്ല. ചിലപ്പോൾ ഗുരു എന്ത് ചെയ്യും? അതിൻ്റെ ഒരു ഭാഗം ശിഷ്യനോട് കഴിച്ചോളാൻ പറയും. ഗുരു കഴിച്ച് ബാക്കി കഴിച്ചാൽ അത് അമൃതമായിട്ട് പരിണമിക്കുന്ന പറയാം. ഈശ്വരനെ നിവേദിച്ച് നമ്മൾ കഴിച്ചാലും അതെന്തായിട്ട് പരിണമിക്കും? അത് അമൃതമായിട്ട് പരിണമിക്കും. വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ആഹാരം കൊടുത്ത് നമ്മൾ ആഹാരം കഴിച്ചാൽ അതും അമൃതമായിട്ട് പരിണമിക്കുന്നതാണ്. അമൃതയെ കഴിക്കാവൂ എന്ന് പറയാറുണ്ട് സാധാരണ. തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ അത് വായിക്കാൻ. പ്രഹ്ലാദന്റെ ഈ ഉപദേശത്തിൽ എല്ലാ ഉപനിഷത്തും ഉണ്ട്. അപ്പം നിങ്ങളിനി വേറെ വേറെ ഉപനിഷത്തൊന്നും പഠിക്കേണ്ട. ഛാന്തോഗ്യ ഉപനിഷത്തിലെ നിരവധി ആശയങ്ങൾ ഇതിനകത്തുണ്ട്. ബൃഹദാരണ്യകത്തിലെ ഒരുപാട് ആശയങ്ങളുണ്ട്. കഠോപനിഷത്തിലെ ഒരുപാട് ആശയങ്ങളുണ്ട്. അപ്പം എല്ലാ ഉപനിഷത്തും പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഏതാ ചോദിച്ചാൽ ഈ പ്രഹ്ലാദന്റെ ഉപദേശം മാത്രം പഠിച്ചാൽ മതിയല്ലേ. അപ്പൊ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം ശ്രോതും ഇച്ഛ ശുശ്രൂഷ എന്നാണ് അല്ലെ. ശ്രോതും ഇച്ഛ ശുശ്രൂഷ, കേൾക്കുവാനുള്ള താല്പര്യത്തിനാണ് എന്ത് പറയാം? ശുശ്രൂഷ എന്ന് പറയാം. ഇപ്പൊ ഗുരു നമ്മളോട് എന്താണോ പറയുന്നത് അതിനാണ് ഗുരുവാക്യം എന്ന് പറയും. ഗുരുവാക്യത്തിൽ നമുക്ക് പൂർണ്ണമായ ശ്രദ്ധയുണ്ടാവണം. ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണം എന്നർത്ഥം. ഗുരു ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട?
അതിനാൽ തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നർത്ഥം. കാരണം ഗുരു എത്രയോ കാലത്തെ തപശ്ചര്യ കൊണ്ടായിരിക്കും ഒരു കാര്യം പറയുന്നതല്ലേ. അപ്പം ആ ഗുരുവാക്യത്തിൽ ഗുരു എന്താണോ പറയുന്നത് അത് വളരെ ശ്രദ്ധയോടെ ആര് കേൾക്കണം? ശിഷ്യൻ കേട്ടിരിക്കണം. പലപ്പോഴും ശിഷ്യന്മാർക്ക് ഈ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല അല്ലേ. ശരീരം ഇവിടെ ഉണ്ടാവും, പക്ഷേ ഗുരു പറയുന്നതൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, മനസ്സുണ്ടാവില്ല. അപ്പം ഏറ്റവും ഈശ്വരനെ കാണണം എന്ന് വിചാരിക്കുന്ന ഒരാള്, പ്രഹ്ലാദൻ പറയുന്നു, ആദ്യം വേണ്ടത് ഗുരുവിൻ്റെ അടുത്തിരുന്ന് ഗുരു എന്താണോ പറയുന്നത് ആ ഗുരു പറയുന്ന വാക്യങ്ങളിലൊക്കെ വളരെ 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 ശ്രദ്ധയോടുകൂടി ഇരിക്കുക. പിന്നെ രണ്ടാമത്തത് ഭക്തിയ, ഈശ്വരനോട് നല്ല ഭക്തി ഉണ്ടാവുക. ഭക്തിക്ക് എന്താ ഒരു ഗുണം ചോദിച്ചാൽ, ഭക്തൻ ഭഗവാനിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ ഗുണം. അപ്പം ആ ഭക്തി ഉണ്ടാവണം. പിന്നെ സർവലബ്ധ അർപ്പണേനച്ച, കിട്ടുന്നത് കുറച്ച് ഭഗവാന് കൊടുക്കുക അല്ല കേട്ടോ. നമ്മളൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരാ അല്ലേ. ശമ്പളം കിട്ടിയാൽ പകുതി ഗുരുവായൂരപ്പന്, അല്ലെ ശമ്പളം കിട്ടിയാൽ അതിൽ ഒരു 100 രൂപയ്ക്ക് ഞാനൊരു വഴിപാട് ഭഗവാന് ചെയ്യും. അങ്ങനെയല്ല ചെയ്യാൻ പറയുന്നത്. കിട്ടുന്നത് പൂർണ്ണമായും ആർക്ക് കൊടുക്കണം? എന്ത് കിട്ടിയാലും അതെ, നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ പൂർണ്ണമായും ഭഗവാന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിനാണ് സർവലബ്ധാർപ്പണം എന്ന് പറയാം. ഈ സർവലബ്ധാർപ്പണം ചെയ്താൽ നേരത്തെ പറഞ്ഞ ആശയം ഉറച്ചു കിട്ടും. എല്ലാം ഭഗവാന്റേതാണ്. അപ്പം നമ്മളെ കയ്യിൽ കിട്ടിയ സാധനം ആരുടേതാ? ഭഗവാന്റേതല്ലേ അല്ലേ. അപ്പം ഞാനിവിടുന്ന് ഞാൻ വേണ്ട, നിങ്ങൾ ആരെങ്കിലും ഒരാളായിക്കോട്ടെ, വേറൊരാൾ പറഞ്ഞു എൻ്റെ ബാഗൊന്ന് കുറച്ച് നേരത്തേക്ക് നോക്കുമോ, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പം ഇയാൾ എന്താ ചെയ്യുക? അയാൾ വരേണ്ടത് വരെ ആ ബാഗ് നോക്കിയിരിക്കില്ലേ? അയാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാൾക്കറിയാം ഈ ബാഗ് എൻ്റെ അല്ല, ആ ബാഗ് തിരിച്ചങ്ങോട്ടനെ കൊടുക്കണമല്ലേ. ബാഗ് നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ നമ്മുടെ കയ്യിൽ ബാഗ് കിട്ടിയതുപോലെ എന്തോ ഒരു സാധനം കിട്ടി, എന്തോ ആവാം, നമ്മുടെ കയ്യിൽ എന്ത് കിട്ടിയാലും നമ്മൾ ഓർമ്മിക്കുക ഇത് ആരുടേതാണ്? ഭഗവാന്റേതാണ്. അപ്പം നമുക്ക് ആർക്ക് കൊടുക്കാനുള്ളതാ? ഭഗവാന് കൊടുക്കാനുള്ളതാ അല്ലേ. അപ്പം നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന എല്ലാ സാധനങ്ങളും പ്രഹ്ലാദൻ പറയുന്നു ഈശ്വരൻ്റേതാണ്. അതുകൊണ്ടാണ് അത് ആർക്ക് കൊടുക്കാൻ പറഞ്ഞത്? ഈശ്വരന് അർപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഇതിനാണ് സർവലബ്ധാർപ്പണം എന്ന് പറയാം. അപ്പം സർവലബ്ധാർപ്പണം ചെയ്താലും ഈശ്വര സാക്ഷാത്കാരം നേടാൻ വളരെ എളുപ്പമാണ്. അപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഗുരുശുശ്രൂഷ, രണ്ടാമത്തത് ഭക്തി. ഇങ്ങനെ എണ്ണി 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 പറയുക കേട്ടോ. മൂന്നാമത്തത് സർവലബ്ധാർപ്പണം. ഇനി നാലാമത്തേത് സംഘേന സാധുഭക്താനാം, സാധുക്കളായിരിക്കുന്ന ഭക്തന്മാരുടെ സംഘമുണ്ടാവുക. സാധു എന്ന് പറഞ്ഞാൽ ആരാ? സാധുവിനെ വിശേഷിപ്പിക്കണമെങ്കിൽ എത്ര വിശേഷണങ്ങൾ വേണമല്ലേ. കപിലോപദേശത്തിൽ കപില മഹർഷി സാധുക്കളെ പറ്റി പറയുന്നുണ്ട്. തിദിക്ഷവ കാരുണികാഹ സുഹൃദ സർവദേഹിനാം അജാതശത്രവ ശാന്താഹ സാധവ സാധുഭൂഷണാഹ മൈ അനന്യേന ഭാവേന ഭക്തിം കുർവന്തി യേ ദൃഢാം മൽകൃതേ തെക്തകർമാണെന്ന് ഒരുപാട് പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുക. അപ്പം ഇത് രണ്ടും കൂടി ചേർത്ത് പഠിക്കണം. കപിലോപദേശം പഠിക്കണം, പ്രഹ്ലാദന്റെ ഉപദേശം കൂടി ചേർത്ത് പഠിച്ചാൽ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പം ഈ പറയുന്ന ഗുണങ്ങളൊക്കെയുള്ള സാധുക്കളുടെ കൂടെ സംഘം ചെയ്യുക. ഈശ്വരാരാധനേനച്ച, ഈശ്വരനെ നന്നായി ആരാധിക്കുക. പിന്നെ തൽകഥായാം ശ്രദ്ധയാ, ഭഗവാന്റെ കഥകളൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇപ്പം ഭാഗവതത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ കഥകളുണ്ടല്ലേ. ഭാഗവതത്തിൽ ഓരോ കഥ പറയാനും ശരിക്കും ഇഷ്ടംപോലെ സമയമെടുക്കാം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൃഷ്ണന്റെ വായിൽ യശോദ അങ്ങനെ പ്രപഞ്ചം മുഴുവൻ കണ്ടൊരു കഥയുണ്ടല്ലേ, മണ്ണ് നിന്നൊരു കഥ. അത് ഭാഗവതത്തിലാകെ ഒരു കുറച്ച് ശ്ലോകങ്ങളിലേ ഇത് പറയുന്നുള്ളൂ, കുറച്ച് ശ്ലോകങ്ങളേ. പക്ഷേ ഭാഗവതത്തിലെ ആ കുറച്ച് ശ്ലോകങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒരു 24 മണിക്കൂർ വിസ്തരിച്ച കഥയായിട്ട് പറയാം. 24 വേണമെങ്കിൽ അതിൽ കൂടുതൽ പറയാം. എത്ര നേരം? ആകെ 2-3 വരികളേ ഉള്ളൂ. പക്ഷേ ആ 2-3 വരികളിൽ പറഞ്ഞിരിക്കുന്ന കൃഷ്ണൻ മണ്ണ് തിന്ന കഥ നല്ല ശ്രോതാക്കൾ ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് പറയാം. നല്ല രസമാണ് കേട്ടിരിക്കാനല്ലേ. നിങ്ങൾ ആലോചിക്കും, ഇത്രയൊക്കെ പറയാണ്ടോ മണ്ണ് തിന്ന കഥ? പിന്നെ എത്ര പറയാനുണ്ട് ആ കഥയല്ലേ. ദാഹം ഭക്ഷിതവാൻ അമ്പ എന്ന് വ്യാഖ്യാനിച്ച് പറയണമെങ്കിൽ ഒരു 16 മണിക്കൂറെങ്കിലും വേണ്ടേ. അല്ലാണ്ട് എങ്ങനെയാ കഥ പറയുക? അല്ലാണ്ടത് പറയാൻ പറ്റില്ല. അല്ലാണ്ട് അമ്മയെ ഞാൻ മണ്ണ് തിന്നില്ല അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു പോയാൽ കഥയാവില്ല. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ ചോദിച്ചാൽ, ഇഷ്ടം പോലെ കഥകളുണ്ട്. ആ കഥകൾ നന്നായി അറിയുന്നവർക്കേ ആ കഥ പറയാൻ പറ്റുള്ളൂ അല്ലേ. ആ കഥ തന്നെ കേട്ടിരുന്നാൽ എന്ത് രസാന്നറിയോ. പക്ഷേ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമില്ലാത്തവരാണ്. നമ്മളിൽ മിക്കവാറും പേര് ഭാഗ്യമില്ല. എന്താ കാരണം? ഇന്നത്തെ കാലത്ത് കഥ പറയാൻ അറിയുന്നവർ വളരെ കുറച്ച് പേരേയുള്ളൂ. ഭാഗവതം വായിച്ച് കഥ പറയുന്നവരുടെ എണ്ണം ഓരോരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരികയാണല്ലേ. അങ്ങനെ ഭാഗവതത്തിൽ ഇപ്പോൾ യാതൊരു കഥയില്ലാണ്ടായി തീരുക അല്ലേ. കഷ്ടം തോന്നും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഭാഗവതം എഴുതിയത് തന്നെ കഥകൾക്ക് വേണ്ടിയാണ്. ഇഷ്ടംപോലെ കഥകളുണ്ട്. ആ കഥ രസത്തോടെ ഇരുന്ന് കേൾക്കണം. നല്ല രസത്തോടെ ഇരുന്ന് കഥ കേൾക്കുമ്പോൾ പ്രഹ്ലാദൻ പറയുന്നു, തൽക്കഥായാം
തൽ കഥായാം ശ്രദ്ധയാ, ആ കഥയോട് ശ്രദ്ധയുണ്ടാവും. അപ്പം എന്തുണ്ടാവും? നേരത്തെ പറഞ്ഞ ഈശ്വര സാക്ഷാത്കാരം നേടാൻ വളരെ എളുപ്പമാണ്. അടുത്തതാണ് ഗുണകർമ്മണാം കീർത്തനേഹ്യം. ഭഗവാന്റെ ഗുണങ്ങളെ പറ്റിയും കർമ്മങ്ങളെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? എല്ലായ്പ്പോഴും കീർത്തിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പൽപാദാംബുരുഹ ധ്യാനാൽ, ഭഗവാന്റെ പാദപത്മത്തെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ടിരിക്കുക, സ്വസ്ഥമായിട്ടിരുന്നത് ഭഗവാന്റെ പാദപത്മം. എത്ര നേരം വേണമെങ്കിൽ, കഥ പറയണ പോലെ തന്നെയാണ്. ഒരു കഥ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് പറയാം അല്ലേ? ഇതേപോലെ ഭഗവാന്റെ പാദം നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മണിക്കൂറോ 24 മണിക്കൂറോ തുടർച്ചയായിട്ട് 3 ദിവസമോ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ പാദം തന്നെ അങ്ങനെ ധ്യാനിച്ചിരിക്കാം. അതിനാണ് പാദാംബുരുഹ ധ്യാനം എന്ന് പറയാം. പിന്നെ തല്ലിംഗേക്ഷ അരിഹണാദിഭിഹ്യം, ഭഗവാന്റെ സ്വരൂപങ്ങളൊക്കെ കാണുക, ഭഗവാന്റെ പ്രതിമകളൊക്കെ നോക്കിക്കാണുക. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു? ഈ ആത്മസാക്ഷാത്കാരം നേടാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും. ഇപ്പം എന്തെല്ലാം വഴികൾ പറഞ്ഞു അല്ലേ? ഇത് വെറുതെ ഇരുന്ന് കേട്ടാൽ പോരാ. ഇത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കിട്ടും. ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പ്രഭാഷണമൊക്കെ കേൾക്കും. അങ്ങനെ സത്രമൊക്കെ കേമായി എന്ന് പറയും. അതോടൊന്നും കാര്യമില്ല. കാര്യമുണ്ടാവണമെങ്കിൽ പ്രഹ്ലാദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്തു നോക്കണം. അപ്പോൾ ഗുരു ശുശ്രൂഷ ചെയ്തു നോക്കണം. ഭക്തി എന്താണ് നമ്മൾ നേരിട്ട് അറിയണം. കിട്ടുന്ന ലോക ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. സാധുക്കളായ ആൾക്കാരോട് സംഘം ചെയ്യണം. കഥ വളരെ ശ്രദ്ധയോടിരുന്ന് കേൾക്കണം. കീർത്തനങ്ങൾ പാടണം. ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കണം. ഇതൊക്കെ നന്നായി ആരാണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നവർക്ക് പ്രഹ്ലാദൻ പറയുന്നു വളരെ എളുപ്പത്തിൽ ആരെ കാണാം? ഈശ്വരനെ കാണാം. ഹരിഹി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വരഃ. എല്ലാ ഭൂതങ്ങളിലും ആരിയ്ക്കുന്നുണ്ട്? ഈശ്വരനിരിക്കുന്നുണ്ട്. ആസ്ത ഈശ്വര പറഞ്ഞാൽ ആസ്തേ ഈശ്വര എന്ന് പദം പറയും. എല്ലാ പദാർത്ഥങ്ങളിലും ഭഗവാൻ അതാണ്. ഒരു പദാർത്ഥം എടുക്കുമ്പോൾ അത് ശ്രദ്ധയോടെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഒരു സാധനം എറിഞ്ഞു കൊടുക്കരുത് എന്ന് പറയും അല്ലേ? ചില ആൾക്കാരുണ്ട്, ചില കടലാസൊക്കെ ചുരുട്ടിക്കൂട്ടി ഒരു ഏറെറിയും. അങ്ങനെ എറിയാൻ പാടില്ല. എന്താ കാരണം? നമ്മൾ ആ ചുരുട്ടി എറിയുന്ന കടലാസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഭഗവാനല്ലേ. അങ്ങനെ എറിയ നമ്മളല്ലേ? എറിയാൻ പറ്റില്ല. ചില ആൾക്കാർ കാണാം കാലുകൊണ്ടൊക്കെ കുളിമുറിയിലൊക്കെ കയറിയാൽ ഈ വെള്ളം എടുത്തു വയ്ക്കുന്ന പാത്രം ഉണ്ടാവും അവിടെ അല്ലേ, അത് കാലുകൊണ്ടൊക്കെ നീക്കുന്നത് കാണാം. അങ്ങനെ കാലുകൊണ്ട് നീക്കുക. കാലുകൊണ്ട് നീക്കാൻ പാടില്ല. എന്താ കാരണം? നമ്മളാ നീക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിലും ഭഗവാനല്ലേ അല്ലേ? അപ്പൊ ഏതൊരു പദാർത്ഥം നമ്മുടെ കയ്യിൽ കിട്ടിയാലും ആ പദാർത്ഥത്തെ നമ്മൾ ഈശ്വരനാണ് എന്ന് വിചാരിച്ചുകൊണ്ടേ കൈകാര്യം ചെയ്യാവൂ. എന്ത് പദാർത്ഥം ആയിക്കോട്ടെ. പദാർത്ഥങ്ങളെ നമ്മൾ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ പാടില്ല. ഏത് പദാർത്ഥമാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്ന പദാർത്ഥങ്ങളിലൊക്കെ ആരിയ്ക്കുന്നുണ്ട്? ഹരിഹി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്തേ. അവിടെ വർത്തമാനകാല ക്രിയ പ്രയോഗിച്ചതല്ലേ? ഭാഗവതത്തിൽ കുറേ വർത്തമാനകാല ക്രിയകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? എന്ത് വർത്തമാനത്തിലാണ് ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞില്ലേ? വർത്തമാനകാല ക്രിയയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അതേ ആസ്തേ എന്ന് പ്രയോഗിച്ചത്. എല്ലാ പദാർത്ഥങ്ങളിലും ഭഗവാൻ ഉണ്ടെന്ന് എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഓരോ നിമിഷവും നമ്മളങ്ങനെ ചിന്തിക്കണം എന്നർത്ഥം. നമ്മുടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഉടനെ നമ്മളത് ഉപയോഗിക്കുകയല്ല വേണ്ടത്. ആദ്യം തന്നെ ഒരു സങ്കല്പം ചെയ്യുക. എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ പദാർത്ഥത്തിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. അങ്ങനെ 2-3 മിനിറ്റ് ഭാവന ചെയ്തിട്ട് മതി ആ പദാർത്ഥം ഉപയോഗിക്കൽ. എന്തോ ആയിക്കോട്ടെ. പിന്നെ ആ പദാർത്ഥം ഉപയോഗിച്ച് കഴിയുമ്പോഴും നമ്മൾ എന്ത് പറയണം? ഇത്രയും നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ പദാർത്ഥം ആരാണ്? അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഇതൊക്കെ ഒരു 21 ദിവസം ചെയ്താൽ മതി എന്നാ പറയാം. 3 ആഴ്ച. പക്ഷെ ആരാപ്പം അങ്ങനെയൊക്കെ ചെയ്യണതല്ലേ? ഇതൊക്കെ പ്രഹ്ലാദൻ പറഞ്ഞതൊക്കെ ആരാപ്പം ഇതൊക്കെ ചെയ്യുക? നമ്മളൊക്കെ അങ്ങനെ കേൾക്കും എന്നല്ലാതെ ചെയ്തു നോക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാണ്. അതാണ് വിവേകാനന്ദ സ്വാമിജി തൻ്റെ സാഹിത്യത്തിൽ പറയുന്നുണ്ട്. ആൾക്കാർക്ക് അറിവൊക്കെ ഉണ്ട്, പക്ഷെ അവരെ അറിവ് എന്ത് ചെയ്യുന്നില്ല? പ്രയോഗിച്ചു നോക്കുന്നില്ല എന്നർത്ഥം. പ്രയോഗിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ആത്മജിജ്ഞാസ ഉണ്ടാവുള്ളൂ. അവസാനം ആത്മസാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ. പ്രയോഗിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അത് സിദ്ധാന്തമായിട്ടിരിക്കുകയുള്ളൂ. ആ അറിവ് പ്രയോഗിച്ചു നോക്കണം. അപ്പൊ ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ഇത് കേൾക്കുന്നവർ പ്രഹ്ലാദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചു നോക്കുക. ഇനി നീട്ടിവെക്കണ്ട. നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഒന്നും നീട്ടിവെക്കണ്ട. അതിന് മുഹൂർത്തമൊന്നും നോക്കണ്ട. നല്ല കാര്യത്തിന് എന്ത് മുഹൂർത്തം അല്ലേ? നല്ല കാര്യത്തിന് മുഹൂർത്തം വേണ്ട എന്ന് പറയും. നല്ല കാര്യം ചെയ്യുന്നതാണ് നല്ല സമയം. എന്ത് മുഹൂർത്തം? അപ്പം ഇപ്പം തന്നെ നമ്മളിങ്ങനെ ശീലിച്ചു നോക്കുക. ഇതി ഭൂതാനി മനസാ കാമയിസ്തൈഹി സാധുമാനയേൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ്. ഇതി ഭൂതാനി മനസാ കാമൈഹി തൈഹി സാധുമാനയേൽ. നമ്മുടെ മുന്നിൽ ഒരാൾ വന്നാൽ, അത് ആരോ ആയിക്കോട്ടെ, കാമൈഹി തൈഹി സാധുമാനയേൽ, അയാൾക്ക് എന്താണോ വേണ്ടത് എന്ന് എത്രയും പെട്ടെന്ന് നമ്മളത് സാധിപ്പിച്ചു കൊടുക്കണം എന്നർത്ഥം. കാരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാ? സാക്ഷാൽ ഈശ്വരനാണെന്ന് വിചാരിക്കണം അല്ലേ? നമ്മുടെ മുന്നിൽ ആരോ വന്നോട്ടെ,
നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നത് ആരാണെങ്കിലും ഉടനെ നമ്മൾ ഭാവന ചെയ്യണം, സാക്ഷാൽ ഭഗവാനാണ് എൻ്റെ മുന്നിൽ ഇതാ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പം എന്താ വേണ്ടത്? ആഹാരമാണ് വേണ്ടതെങ്കിൽ ഇത് ഭഗവാനാണ് വന്നത് എന്ന് വെച്ച് വേഗം ആഹാരം കൊടുക്കുക. തിരിച്ചാലോചിച്ചാൽ മതി. നല്ല ഒരു ഓടക്കുഴലൊക്കെ കയ്യിൽ പിടിച്ച്, തലയിൽ നല്ല മയിൽപ്പീലിയൊക്കെ ചൂടി, നല്ലൊരു മഞ്ഞപ്പട്ട കൊടുത്ത്, നല്ലൊരു വനമാലയൊക്കെ കൊടുത്ത്, ധാരാളം ആഭരണങ്ങളൊക്കെ ചാർത്തി, ഇടത്തെ കൈ വയറിന് മുകളിൽ വെച്ച് സാക്ഷാൽ ശ്രീകൃഷ്ണൻ നമ്മുടെ വീട്ടിൽ വന്നു, വിശന്നിട്ട് വയ്യ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എത്ര സന്തോഷത്തോടെ ആയിരിക്കും ഇത് ഭഗവാൻ നമുക്ക് മനസ്സിലായി. എന്ത് ഭഗവാന്റെ വേഷഭൂഷാദികളെ കൊണ്ട് ഇത് കൃഷ്ണാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എത്ര ഭവ്യതയോടെയും സ്നേഹത്തോടെയും ആയിരിക്കും ഭഗവാന് വല്ലതും കൊടുക്കുക, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുള്ളൂ, അങ്ങനെ കൊടുക്കുള്ളൂ. അപ്പൊ അതേ ഭവ്യതയോടെയും അതേ സ്നേഹത്തോടെയും നമ്മുടെ മുന്നിൽ ആര് വന്നാലും അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നവരൊക്കെ ആരാന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയൊന്നും വിചാരിക്കാറില്ല, അല്ലേ? നമ്മളെ മുന്നിൽ എത്തിപ്പെടുന്നവരൊക്കെ നമ്മൾ വേറെന്തൊക്കെയോ വിചാരിക്കും മനസ്സിൽ. ആ വിചാരമൊന്നും ഞാനിവിടുന്ന് പറയണില്ല. അപ്പം നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നവരാരോ ആയിക്കോട്ടെ, അവരാരാണെങ്കിലും നമ്മളെപ്പോഴും എന്ത് വിചാരിക്കണം? ഇത് ഭഗവാനാണ് വന്നിരിക്കുന്നത്. മുഷിഞ്ഞ വേഷത്തിൽ വന്നത് ഭഗവാനാണ്, നല്ല വേഷത്തിൽ വന്നത് ഭഗവാനാണ്, സ്ത്രീ രൂപത്തിൽ വന്നത് ഭഗവാനാണ്, പുരുഷ രൂപത്തിൽ വന്നത് ഭഗവാനാണ്, കുട്ടിയായി വന്നതും ഭഗവാനാണ്, കണ്ണുപൊട്ടനായി വന്നതും ഭഗവാനാണ്, അല്ലേ? ചെകിടനായി വന്നതും ഭഗവാനാണ്. വന്നത് ആരോ ആയിക്കോട്ടെ, വന്നത് ആരായാലും വിരോധമില്ല. ആ വന്നതൊക്കെ ആരാണ്? ഭഗവാനാണെന്ന് എപ്പോഴും. അതാണ് നേരത്തെ വർത്തമാനകാല ക്രിയ പറഞ്ഞു, അല്ലേ? എപ്പോഴും ഈ ഭാവന ചെയ്യുന്ന ഒരാൾക്ക് പ്രഹ്ലാദൻ പറയുന്നു, വാസുദേവേ ഭഗവതി യയാ സംലഭത്തെ രതിം. വളരെ പെട്ടെന്ന് വാസുദേവനായിരിക്കുന്ന ഭഗവാനിൽ എന്തുണ്ടായിരിക്കും? നല്ല ഭക്തി ഉണ്ടാവുമെന്ന് പറയണം. എന്നിട്ടാണ് ഈ ഭക്തൻ എന്ത് ചെയ്യുന്നത്? ആ ഭക്തന് പിന്നെ ജ്ഞാനമുണ്ടായിത്തീരുന്നു. അവിടെ ഭക്തിയും ജ്ഞാനവും കർമ്മവും ധ്യാനവും എല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക, ഒരേപോലെ സമ്മേളിക്കുകയാണ്, അല്ലേ? ഭക്തി ഉണ്ടാവുന്നതോടുകൂടി ആ ഭക്തന് ശരിയായ ജ്ഞാനമുണ്ടാകുന്നു. ജ്ഞാനത്തിന് വേണ്ടി ആ ഭക്തൻ എന്ത് ചെയ്യേണ്ട? പരിശ്രമിക്കേണ്ട എന്നർത്ഥം. എന്നിട്ട് ആ ഭക്തൻ എന്താ ചെയ്യുക? യഥാതിഹർഷ ഉൽപ്പുളകാശ്രു ഗൽഗതം പ്രൽക്കണ്ഠ ഉൽഗായതി രൗതി നൃത്യതയും. ആ ഭക്തൻ നൃത്തം ചെയ്യും. നിങ്ങളാരെങ്കിലും അങ്ങനെ ഭക്തന്മാരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നാമം ജപിച്ച് ഈ ഭക്തൻ എന്ത് ചെയ്യും? ഭക്തനങ്ങനെ ആനന്ദ നൃത്തം ചെയ്യുന്നത് കാണാം. ആ ഭക്തൻ ചിലപ്പോഴെന്ത് ചെയ്യും? ചില സമയത്ത് ഉൽഗായതി, ഉറക്കെ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കും. ആ ഭക്തന്റെ കണ്ഠത്തിൽ എന്തുണ്ടാവും? തൊണ്ടയിടറും. തൊണ്ടയിടറുക എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദമൊന്നും ശരിക്കും പുറത്തേക്ക് വരാതെയാവും, അല്ലേ? ആരോ ഒരാള്, പരമഹംസരൊക്കെ പറയുന്നുണ്ട്, കഴുത്തിൽ ആരോ വന്ന് ഇങ്ങനെ പിടിച്ചതുപോലെ അനുഭവപ്പെടും അത്രേ. തൊണ്ടയിൽ ആരോ വന്ന് പിടിച്ചാൽ പിന്നെ ശബ്ദം പുറത്തേക്ക് വരും. ഭഗവാനെ പറ്റി വിചാരിക്കുമ്പോൾ ഇടയ്ക്ക് സ്വാമിജിയോട് പറയും, വിവേകാനന്ദനോട് ഇനി നന്നായിട്ട് ഭാഗവതം വായിക്കാൻ പറയും. അപ്പൊ ഗോപികാഗീതം ആര് വായിക്കും? വിവേകാനന്ദൻ നന്നായിട്ട് പാടല്ലോ, അല്ലേ? നന്നായിട്ട് പാടും. അപ്പൊ ഗോപികാഗീതം വിവേകാനന്ദൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുനാഥൻ അടുത്തിരുന്ന് കേൾക്കുക ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അതിനകത്തൊരു ലയം കിട്ടാനുണ്ടല്ലേ. വിവേകാനന്ദൻ നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ട് തൊണ്ടയിൽ ആരോ വന്ന് പിടിച്ചതുപോലെ തോന്നും. ആർക്ക്? പരമഹംസർക്ക് എത്രയോ തവണ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ ഭഗവാനെ പറ്റിയുള്ള കീർത്തനങ്ങൾ പാടി കുറച്ചു കഴിഞ്ഞാൽ തൊണ്ടയിടറും. തൊണ്ടയിൽ നിന്ന് ശബ്ദമൊന്നും പുറത്തേക്ക് വരാതെയാവും. കണ്ണിൽ നിന്നുണ്ടാവും ആനന്ദ കണ്ണുനീര് വരും. എന്നിട്ട് ഹരേ ജുഗൽപദേ നാരായണ എന്നിങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ചിലപ്പോഴൊക്കെ ആ ഭക്തൻ ജപിക്കും. ഇങ്ങനെ ഭക്തിമാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് ഭഗവാനെ കണ്ടെത്തുവാൻ പ്രഹ്ലാദൻ പറയുന്നു കോതിപ്രയാസഃ. കോതിപ്രയാസം പറഞ്ഞാൽ എന്താ? യാതൊരു പ്രയാസവുമില്ല. നേരത്തെ പറഞ്ഞല്ലോ 1000 വഴികളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ ഭക്തിമാർഗം എത്രയോ എളുപ്പമുള്ള മാർഗമാണ് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ ഭഗവാനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. അതുകൊണ്ടല്ലയോ കൂട്ടുകാരെ, നിങ്ങൾ ഭക്തിം കുരുത ദാനവാഹ, നിങ്ങളൊക്കെ അസുര കുട്ടികളാണ്. നിങ്ങൾ ഈ ഭഗവാനോട് ഭക്തിയുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരനെ വളരെ എളുപ്പത്തിൽ പ്രാപിക്കാം. ഇങ്ങനെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, പ്രഹ്ലാദന പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ എന്താ പറയുക അനുഷ്ഠിച്ചു കൊണ്ടുവന്ന ആളല്ലേ. പിന്നീടാണ് ഈ ഹിരണ്യകശിപു അവിടേക്ക് വരുന്നതും. അതൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല, കാരണം നിങ്ങൾ എത്രയോ തവണ അത് പലരിൽ നിന്നും കേട്ടതായിരിക്കും. ആ തൂണ് പൊട്ടാൻ പുറമെ എന്തായാലും ആ തൂണ് പൊട്ടിക്കില്ലല്ലോ, അല്ലേ? ഒരു 3/4 മണിക്കൂറെങ്കിലും പിടിക്കും ആ ഹിരണ്യകശിപു വന്നിട്ട് തൂണിൽ ഇടിക്കാൻ. അത് കഴിഞ്ഞിട്ടൊക്കെ ആ തൂണ് പൊട്ടുള്ളൂ. എന്നിട്ടൊക്കെ ആ തൂണ്, അപ്പം ആ സമയത്ത് പല കോലാഹലമൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇരിക്കട്ടെ. അപ്പം അതിലേക്കൊന്നുമല്ല ഞാൻ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ആ കഥയൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം.
അപ്പം ഏതായാലും പ്രഹ്ലാദൻ്റെ ഉപദേശമൊക്കെ കേട്ടപ്പോൾ പ്രഹ്ലാദൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്ക് മുഴുവനും ആ ബോധം പൂർണ്ണമായിട്ട് കിട്ടി. എന്താ കാരണം? അവരൊക്കെ ശരിക്കും ഇങ്ങനെ തുറന്നു വെച്ചിരുന്നില്ലേ മനസ്സ്. നമ്മളുടെ മനസ്സ് പലപ്പോഴും ഭാഗവതം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല? തുറന്നു വെക്കാൻ മറന്നുപോകും അല്ലേ? അപ്പം നമ്മൾ ശരിക്കും ഭാഗവതം കിട്ടാൻ വേണ്ടി മനസ്സും ഹൃദയമൊക്കെ തുറന്നു വെച്ചാൽ മാത്രമേ ആ തുറന്ന ഹൃദയമാകുന്ന പാത്രത്തിലേക്ക് എന്ത് വരുള്ളൂ? ഭാഗവതം വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. പ്രഹ്ലാദന്റെ ഉപദേശം കേട്ടതോടുകൂടി ജഗൃഹുർ നിരവധ്യത്വാൽ നൈവ ഗുർവനുശിക്ഷിതം. പ്രഹ്ലാദൻ പറഞ്ഞതാണ് ഈ കൂട്ടുകാരൊക്കെ കേട്ടത്. ആ കൂട്ടുകാരൊക്കെ നല്ല ഭക്തന്മാരായിട്ട് മാറി. അതുകൊണ്ട് ഈ 2 അധ്യായങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. 7ാമത്തെ സ്കന്ധത്തിലെ 6ാമത്തെയും 7ാമത്തെയും അധ്യായം നിങ്ങളൊരു 108 തവണ വായിച്ചോളൂ. ഒരു 108 തവണ വായിക്കുമ്പോഴേക്കന്നെ അത് നല്ല ഹൃദിസ്ഥമാവില്ലേ. പിന്നെ അതിൽ ഓരോരോ ശ്ലോകങ്ങളും ഭാവാത്മകമായിട്ടിരുന്ന് കാണണം. അങ്ങനെ കാണുമ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള എല്ലാ വഴികളും വളരെ കൃത്യമായി വളരെ എളുപ്പത്തിൽ നമുക്ക് തുറന്നു തരുന്ന 2 അധ്യായങ്ങളാണ് 6ാമത്തെയും 7ാമത്തെയും അധ്യായം. അത് കഴിഞ്ഞ് 8ാമത്തെ അധ്യായത്തിലാണല്ലോ ഭഗവാൻ ആ തൂണ് വളർന്നു വരുന്നതല്ലേ. ഹിരണ്യകശിപു അവിടേക്ക് വരുന്നു. ദേഷ്യം പിടിച്ച ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട്, പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ക്വാസോ എരിസ സർവത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല എന്ന് ചോദിക്കണു. എന്നിട്ടാണ് ആ തൂണിൽ ഹിരണ്യകശിപു എന്ത് ചെയ്യുന്നത്? ആഞ്ഞടിക്കുന്നത്. ആ തൂണിൽ ആഞ്ഞടിക്കുമ്പോഴാണ് ആ തൂണ് പൊട്ടിപ്പിളർന്നുകൊണ്ട് അതിൽ നിന്ന് ഭഗവാൻ ഏറ്റവും ഉഗ്രമായ ഒരു രൂപമെടുത്ത് പുറത്തേക്ക് വരുന്നത്. ആ ഉഗ്രമായ നരസിംഹമൂർത്തി അവിടെ കുറേ ശ്ലോകങ്ങളിൽ 8ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ആ വർണ്ണനയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും ഭയങ്കരമായിരുന്നു ഭഗവാന്റെ ആ നരസിംഹാകാരം. ആ നരസിംഹാകാരം കണ്ടിട്ട് ആര് പേടിച്ചില്ല? ഹിരണ്യകശിപുവിന് പേടിയൊന്നും തോന്നിയില്ല അല്ലേ. ഹിരണ്യകശിപു പറഞ്ഞു, എന്ത്? ഇവൻ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്ന മഹാവിഷ്ണു. കഴുത്തിൻ്റെ മുകളിലേക്കൊക്കെ സിംഹത്തിന്റെ രൂപം, കഴുത്തിന്റെ താഴത്തേക്കൊക്കെ മനുഷ്യന്റെ രൂപം. പിന്നെ 2 പേരും കൂടി കുറേ നേരം യുദ്ധം ചെയ്തു. ആയുധങ്ങളെ കൊണ്ടൊക്കെ യുദ്ധം ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ആയുധങ്ങളൊന്നും ഇല്ലാതെയായി. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെയായി. അവസാനം ഭഗവാൻ ആലോചിച്ചു, ഇവനെപ്പം എങ്ങനെയാ കൊല്ലുക എന്നല്ലേ. എന്താ കാരണം? ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരുപാട് വരങ്ങൾ വാങ്ങിയ ഊർജിതനാണ് ആര്? ഹിരണ്യകശിപു. ഇവനകത്തുനിന്നും പുറത്തുനിന്നും കൊല്ലാൻ വയ്യ, ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും കൊല്ലാൻ വയ്യ, ആയുധങ്ങളെ കൊണ്ട് കൊല്ലാൻ വയ്യ, ആയുധമല്ലാത്തത് കൊണ്ട് കൊല്ലാൻ വയ്യ. നമുക്കിങ്ങനെ പറഞ്ഞാൽ മതിയില്ലേ, അങ്ങനെയൊന്നും കൊല്ലാൻ വയ്യ. കൊല്ലാൻ കഴിയുന്നൊരു മാർഗം കണ്ടുപിടിക്കണ്ടേ? അത് വല്ലാത്ത ഒരു പ്രഹേളികയാണ് ശരിക്കല്ലേ. അതായത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വളരെ കൃത്യമായ ഒരു പരിഹാരമാർഗം ഉണ്ട് എന്നാണ്. ഏത് പ്രശ്നത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരു പരിഹാരമുണ്ട് എന്നാ പറയാം. അതാണ് നരസിംഹാവതാരത്തിന്റെ കാതലായ ഒരു വശം. ശരിക്കു പറഞ്ഞാൽ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ എല്ലാവരും എന്താ പറയാ? വഴിയില്ല 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 എന്നാ പറയാ അല്ലേ. ആരോട് വേണേൽ ചോദിച്ചോളൂ. ദേവന്മാരും അസുരന്മാരും എല്ലാവരും പറയും ഇവനെ കൊല്ലാൻ വഴിയില്ല. ഭഗവാൻ എന്താ പറഞ്ഞതെന്നറിയോ? വഴിയുണ്ട്. നരസിംഹമൂർത്തി എന്താ പറഞ്ഞത്? വഴിയുണ്ട്. വഴിയുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായൊരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരുമല്ലേ. അത് മനുഷ്യ മനസ്സിൻ്റെയും പ്രത്യേകതയാട്ടോ. നമ്മുടെ മനസ്സ് നമ്മൾ വഴിയുണ്ട് 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 എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രശ്നത്തിനും നമ്മളുടെ മനസ്സ് കൃത്യമായ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തിത്തരും. ശരിക്കും മനസ്സല്ലാട്ടോ കണ്ടെത്തി തരുന്നത്. ആ മനസ്സിൻ്റെയും പിന്നിലുള്ള ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും കൃത്യമായ ഒരു പരിഹാരമെങ്കിലും ആര് കണ്ടെത്തിത്തരും? ഭഗവാൻ കണ്ടെത്തിത്തരും. ഒന്നല്ല, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇഷ്ടംപോലെ പരിഹാരങ്ങളുണ്ടല്ലേ. പക്ഷെ നമുക്ക് പരിഹാരം അറിയില്ല എന്ന് മാത്രം. ഏടാകൂടം പോലെ അല്ലേ. ഏടാകൂടം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടിട്ടുണ്ടോ ഏടാകൂടം? ഞാൻ നാളെ 10 ആളൊക്കെ ചോദിച്ചു ഏടാകൂടം 10 ആളും കണ്ടിട്ടില്ല അത്രേ. ഏടാകൂടം കണ്ടിട്ടില്ല. ഏടാകൂടം എന്താന്ന് പറയുക? എന്താ ഏടാകൂടം എന്ന് പറഞ്ഞാൽ അത് മരത്തിന്റെ ഒരു 4 or 5 കഷ്ണങ്ങളാണ്. ചിലപ്പോൾ 8 കഷ്ണങ്ങൾ ഉണ്ടാവും. അപ്പം 4 കഷ്ണമെന്ന് വിചാരിക്കും. ഈ 4 കഷ്ണങ്ങളും കൂടി ഒരു പ്രത്യേക തരത്തിൽ അങ്ങോട്ട് ചേർത്ത് വയ്ക്കും. ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും. എന്നിട്ട് പറയും ഇത് 4 മരക്കഷ്ണങ്ങളാണ്, ഈ 4 മരക്കഷ്ണങ്ങൾ വേറെ ആക്കാൻ പറയും. നമ്മളത് കുറേ ഇടത്തോട്ട് വലിക്കും, വലത്തോട്ട് വലിക്കും, മുന്തി നോക്കും, തള്ളി നോക്കും, എന്ത് കാണിച്ചാലും ഈ 4 മരക്കഷ്ണങ്ങൾ വേറെയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അവസാനം നമ്മൾ തോൽവി സമ്മതിച്ചാൽ അയാൾ പറയും ഇവിടെ തരാൻ പറയും, ഇതുണ്ടാക്കി തന്നാൾ. എന്നിട്ട് പറയും അടുത്ത മുറിയിൽ പോയിരിക്കാൻ പറയും. കാരണം അവൻ കാണരുതല്ലോ. അടുത്ത മുറിയിൽ പോയിട്ട് അവൻ ഇങ്ങോട്ട് ഒരു തരത്തിലും കാണില്ല എന്ന് ഉറപ്പ് വന്നാൽ വിളിക്കും, വന്നോ 4 കഷ്ണം വേറെ ചെയ്യുന്നു. ഒരാകെ 2 മിനിറ്റ് മതി. അവ ഈശ്വരൻ ഇതെങ്ങനെയാണ് 4 കഷ്ണങ്ങൾ വേറെയാക്കിയത്? അതൊരു ടെക്നിക്കാണ്, അതൊരു ചെറിയ സൂത്രമാണ്. ഇതാണ് ഈ ഏടാകൂടം എന്ന് പറയാം അല്ലേ. അപ്പൊ 4 മരക്കഷ്ണങ്ങൾ പ്രത്യേക തരത്തിൽ കൂട്ടിവെച്ചാൽ അതൊരിക്കലും നമുക്ക് വേറെടുക്കാൻ പറ്റുകയില്ല. പക്ഷെ ആ രഹസ്യം അറിയുന്ന ആൾക്കോ അത് എത്രയോ എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കണക്ക് മാതിരിയാണ്. കണക്കിലെ ചില പ്രശ്നങ്ങൾ
നമ്മുടെ മുന്നിലേക്ക് ഇട്ട് വന്നാൽ നമ്മളത് കിട്ടാതെ വിഷമിക്കും. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കണക്ക് എന്തിനാ അല്ലേ? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വളരെ എളുപ്പമായി. ഇങ്ങനെയപ്പോൾ അത് ചെയ്യുക. ഇതേപോലെയാണ് ശരിക്കും എല്ലാ ജീവിത പ്രശ്നങ്ങളും അല്ലേ? ജീവിത പ്രശ്നങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഭഗവാൻ നമ്മളോട് പറയുകയാണ്, വഴിയുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു വഴിയുണ്ടാവും. അതാണ് നരസിംഹാവതാരത്തിൻ്റെ കാതലായ വശം. ഒരാൾക്കും കൊല്ലാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആ ഹിരണ്യകശിപുവിനെ കൊല്ലുവാനും ഭഗവാൻ കൃത്യമായ ഒരു വഴി കണ്ടെത്തി സന്ധ്യാസമയത്ത് തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ടാണ് തൻ്റെ കയ്യിലുള്ള ക്രൂരങ്ങളായ നഖങ്ങളവൻ്റെ ആ മാറിടത്തിലേക്ക് ഇറക്കി പായ കീറുന്നത് പോലെ കീറി എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിലൊരു ഭാഗത്ത്. അങ്ങനെയാണ് ആ ഹിരണ്യകശിപുവിനെ കൊല്ലുന്നത്. ഹിരണ്യകശിപുവിനെ കൊന്നു കഴിഞ്ഞ സമയത്ത് ഭഗവാന് ദേഷ്യം തീർന്നില്ല അത്ര. കുറേ നേരം ഭഗവാൻ അട്ടഹാസങ്ങൾ ചെയ്തു. ഭഗവാന്റെ ശരീരത്തിലൊക്കെ മാംസത്തിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, ചോരത്തുള്ളികൾ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിട്ടും ദേഷ്യം തീരാതിരുന്നപ്പോഴാണ് ദേവന്മാര് പലരും വന്ന് അവിടെ വെച്ച് ഭഗവാനെ സ്തുതിക്കുന്ന അനേകം സ്തുതികളുണ്ട് അവിടെ ഭാഗവതത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിൽ 2 ഭാഗങ്ങളാണ് ഭാഗവതത്തിന്. ഒന്ന് കഥകളാണ്, പിന്നൊന്ന് സ്തുതികളാണ്. ആദ്യം കേൾക്കേണ്ടത് കഥയാണ്, സ്തുതിയല്ല. കഥ നന്നായിട്ട് കേൾക്കുക. ഭാഗവതത്തിലെ കഥകളൊക്കെ സാമാന്യം പോലെ ഒന്ന് കേട്ട് മനസ്സിലാക്കുമ്പോഴേക്കും ഒരു 12 കൊല്ലെങ്കിലും വേണം. പിന്നൊരു 12 കൊല്ലം വേണം എന്തിന്? സ്തുതികളൊക്കെ ഒന്ന് സാമാന്യം പോലെ മനസ്സിലാവണമെങ്കിൽ അല്ലേ? അപ്പൊ ചുരുങ്ങിയത് എത്ര കൊല്ലം വേണം? ഒരു 24 കൊല്ലം നമ്മൾ മെനക്കെട്ടാൽ ഭാഗവതം കുറേശ്ശെ മനസ്സിലായി തുടങ്ങുന്നു. അത്രയേ ഉള്ളൂ, മനസ്സിലാവുകയല്ല. ഒരു 24 കൊല്ലെങ്കിലും നമ്മൾ നിരന്തരമായിട്ട് കഥകളും സ്തുതികളും മാറി മാറി കേട്ടുകഴിഞ്ഞാൽ ഭാഗവതം മനസ്സിലാവുമെന്നല്ല, കുറേശ്ശെ മനസ്സിലായി തുടങ്ങുന്നു. കിനിഞ്ഞു വരിക എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മളല്ലേ? ചില നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഉറവൊക്കെ പൊട്ടി വരില്ലേ? ഇത് കാരണം അത്ര ഗംഭീരമാണ് ഏത് നമ്മൾ വിചാരിക്കണം. നമ്മുടെ വിചാരം എത്രയോ നിസ്സാരമാണ്, എത്ര നിസ്സാരമല്ല, ഗംഭീരമാണ്. പക്ഷെ ഭാഗവതത്തിന്റെ രസം കിട്ടാനാണ് പ്രയാസം. പ്രഹ്ലാദൻ പറയുന്നു, ആ രസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വിടാനേ തോന്നുകയില്ല. പിന്നെ നമ്മൾ ഭാഗവതം വിടില്ല അല്ലേ? കാരണം ഭാഗവതവും ഭഗവാനും ഒന്നാണെന്ന് പറയേണ്ടത്. ഭാഗവതവും ഭഗവാനും ഭക്തനും ഒന്നാണെന്ന് പറയുന്നത്. അപ്പം അവിടെ ദേവന്മാർ പലരും വന്ന് ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഭഗവാന്റെ മുന്നിലേക്ക് ആര് വരുന്നത്? അവസാനം വരുന്നത് ആരാ? സാക്ഷാൽ പ്രഹ്ലാദനാണല്ലേ. ഈ ദേവന്മാരൊക്കെ സ്തുതിച്ചിട്ടും ഭഗവാന്റെ ദേഷ്യം തീരാതിരുന്നപ്പോഴാണ് പ്രഹ്ലാദൻ വന്നു. ആ പ്രഹ്ലാദൻ എന്താ കെട്ടിയിട്ടതായിരുന്നു പ്രഹ്ലാദന്റെ കെട്ടം കൊണ്ട് അഴിച്ചപ്പോഴേക്കും പ്രഹ്ലാദൻ ഓടി വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആ നരസിംഹമൂർത്തിയുടെ പാദങ്ങൾ തൻ്റെ കൈകളെ കൊണ്ട് കെട്ടി. ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഇതൊക്കെ നിങ്ങളൊരു 3-4 മണിക്കൂർ എടുത്തിട്ട് മനസ്സിൽ കാണും. ഞാനാകെ 2 മിനിറ്റ് കൊണ്ടാണ് പറയണത്. ഇത് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ ഒരു 3-4 മണിക്കൂർ ഇരുന്നത് ഇങ്ങനെ ഭാവനയിൽ കാണണം. ആ നരസിംഹമൂർത്തി അവിടെ അങ്ങനെ ഇരിക്കുന്നതും നരസിംഹമൂർത്തിയുടെ ആ വലിപ്പവും മേലൊക്കെ ആ പല ഭാവത്തിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ മാംസമുള്ളതും ചോരാത്തുള്ളികൾ ഉള്ളതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണാം. പ്രഹ്ലാദൻ കുറേ ദൂരെ നിൽക്കുന്നതും പ്രഹ്ലാദനെ ബ്രഹ്മാവ് കെട്ടഴിക്കുന്നതും കെട്ടഴിക്കുന്ന 5 വയസ്സായ പ്രഹ്ലാദന്റെ ചിത്രവും നമ്മുടെ കയ്യിലില്ലല്ലോ അല്ലേ? അപ്പൊ പ്രഹ്ലാദൻ നമ്മൾ ഭാവന കൊണ്ട് കാണുക. ആ 5 വയസ്സായ പ്രഹ്ലാദൻ പേടി കൂടാതെ എവിടേക്ക് വരുന്നു? നരസിംഹമൂർത്തിയുടെ മുന്നിലേക്ക് വരുന്നു. ഈ ഭക്തിയുടെ ഒന്നാമത്തെ ലക്ഷണം എന്താ? നിർഭയത്വമാണല്ലേ. അപ്പൊ നമുക്ക് ഭക്തി ഉണ്ടോ നമുക്ക് തന്നെ കുറേയൊക്കെ മനസ്സിലാവും. അതെങ്ങനെയാ? അത് പേടിയുണ്ട് എന്ന് വിചാരിക്കാം. നമുക്ക് എന്തിനെങ്കിലും പേടിയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഭക്തി വേണ്ടതുപോലെ പുഷ്ടിപ്പെട്ടിട്ടില്ല എന്നർത്ഥം. സാധാരണ പലർക്കും പേടിയുണ്ടാവും അല്ലേ? പലതിനെയും പേടിയാണ്. എന്തിനാ പേടിക്കണത്? ഭക്തൻ ഒന്നിനും പേടിക്കുന്നില്ല, ഒരാളെയും പേടിക്കണില്ല, ഭഗവാനെയും പേടിക്കണം. എന്തിനാ ഭഗവാനെ പേടിക്കേണ്ട ആവശ്യം? അപ്പൊ ലോകത്തിലെല്ലാവരും നരസിംഹമൂർത്തിയെ കണ്ട് പേടിച്ചുവെങ്കിൽ പ്രഹ്ലാദൻ ഒട്ടും പേടിച്ചതേയില്ല. ആ 5 വയസ്സായ പ്രഹ്ലാദൻ നേരെ ഭഗവാന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് എന്താ ചെയ്തത്? സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യദേവ കൃപയാ പരിപ്ലുത ഉത്ഥാപ്യ തച്ഛീർഷ്ണ്യദധാൽക്കരാംബുജം കാലാഹി വിത്രസ്തധിയാം കൃതാഭയം. ഭഗവാൻ അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴാണ് ഭഗവാന്റെ പാദത്തിൽ ആരോ വന്ന് തൊട്ടു എന്ന് മനസ്സിലായി. നോക്കിയപ്പോഴാണ് പ്രഹ്ലാദനാണ്. പ്രഹ്ലാദനെ കണ്ടപ്പോഴേക്കും ഭഗവാന്റെ ഭാവം എത്ര പെട്ടെന്ന് മാറിയതല്ലേ? ഇതുവരെ ഘോരമായ ആ നരസിംഹാകൃതി കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ കണ്ണിലുണ്ടായിരുന്ന ക്രൗര്യഭാവം പോയി. ഇപ്പൊ ഭഗവാന്റെ അനേകം കൈകളൊക്കെ അപ്രത്യക്ഷമായി. ആ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളൊന്നും ഇപ്പൊ കാണാനില്ല. ഇപ്പൊ ഭഗവാൻ ആകപ്പാടെ 2 കൈകള്. ആ കൈകളിലുണ്ടായിരുന്ന നഖങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഭഗവാന്റെ കൈ ഇപ്പൊ താമരപ്പൂ പോലെ മനോഹരമായിട്ടുണ്ട്. തൻ്റെ കാലിൽ വീണ് കിടക്കുന്ന പ്രഹ്ലാദനെ ഉത്ഥാപ്യ എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്നർത്ഥം. കൃപയാ പരിപ്ലുത.
ഭഗവാൻ നിലവിളിച്ചു എന്ന് പറഞ്ഞില്ല കേട്ടോ. പിന്നെയോ കൃപയാ പരിപ്ലുത പറഞ്ഞാൽ എന്താ? അങ്ങനെയാ പിന്നെ അർത്ഥം പറയാ ചോദിച്ചാൽ എനിക്ക് ചിലതൊന്നും പറയാൻ പറ്റില്ല. ചിലതൊക്കെ വാക്കുകളുടെ അപ്പുറത്താണ് തോന്നും ഭാഗവതം വായിക്കുമ്പോൾ അല്ലേ. കൃപയാ പരിപ്ലുത എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തരാൻ പറ്റില്ല. ഭഗവാന്റെ കണ്ണിൽ എപ്പോഴും ഉള്ളതാണെന്ത്? ഈ കൃപ 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 എന്ന് പറഞ്ഞൊരു സാധനം. ഭഗവാന്റെ കൃപ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഭഗവാന്റെ കൃപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ജീവിതത്തിൽ വേണ്ടതല്ലേ. അപ്പൊ എപ്പോഴും ഭാഗവതമൊക്കെ കേൾക്കുന്നവർ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൃപയാണ് ശരിക്കും ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പദം. നേരത്തെ ഒരു പദം പറഞ്ഞല്ലോ, ഏതാണ്? ഭാവം. ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഭാവം. മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് കൃപ. അപ്പൊ ഭഗവാനോട് എപ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്? കൃപ ചൊരിയണേ എന്ന് പറഞ്ഞാൽ മതി. ഭഗവാനൊരു ഭക്തനോട് കൃപ ചൊരിഞ്ഞാൽ ആ ഭക്തന് പിന്നെ കിട്ടാത്തതായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. എന്നാ ഭക്തനാണെങ്കിലോ, ഭക്തൻ ഭഗവാനിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല അല്ലെ, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ പ്രഹ്ലാദനെ കണ്ട സമയത്ത് ഭഗവാന്റെ കണ്ണിലും എന്തുണ്ടായി? കൃപയാ പരിപ്ലുത ഉത്ഥാപ്യ. എന്തിനാ? പ്രഹ്ലാദനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തച്ഛീർഷ്ണരഥാൽ കരാംബുജം. തൻ്റെ കൈ നേരെ പ്രഹ്ലാദന്റെ. ഇതൊക്കെ കുറെ നേരം കാണണേ. ഞാൻ പറഞ്ഞില്ലേ, 2-3 മണിക്കൂറെങ്കിലും നിങ്ങളിതൊന്ന് മനസ്സിൽ ഇങ്ങനെ കാണണം. ഞാനൊക്കെ രാത്രിയാ കാണാം. രാത്രി വീട്ടിലെല്ലാവരും കടന്നുറങ്ങല്ലോ അല്ലേ. എല്ലാവരും കടന്നുറങ്ങിയാൽ പിന്നെ ഞാൻ ഉറങ്ങില്ല. കട്ടൻ കാപ്പിയും കുടിച്ചിരിക്കും, അല്ലെ കട്ടൻ ചായയും കുടിച്ചിരിക്കും. എന്തിനാ അത്? ഉറങ്ങാണ്ടിരിക്കുക. അങ്ങനെ രാത്രി ഇരുന്നിങ്ങനെ ഭാഗവതത്തിൽ ഏതെങ്കിലും ഒരു രംഗം മനസ്സുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ചിലപ്പോൾ 1 മണിയാവും, 2 മണിയാവും, 3 മണിയാവും, 4 മണിയാവും. നേരെ എങ്ങനെ പോകുന്നൊന്നും അറിയില്ല അല്ലേ. അപ്പം എനിക്ക് പകലിനേക്കാൾ ഇഷ്ടം രാത്രിയാണ്. എനിക്ക് പകലിന് അത്ര ഇഷ്ടമല്ല, രാത്രി വലിയ ഇഷ്ടമാണ്. എന്താ ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ചില ആൾക്കാർക്ക് പകലായിരിക്കും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയം, ആ സമയത്ത് എന്ത് ചെയ്യുക? കുറെ നേരം ആ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഭാവനയിൽ കാണുക. എന്നിട്ട് കുറെ നേരം രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുക അല്ലേ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തത്? സപദ്യഭിവ്യക്ത പരാത്മദർശന. സപതി അഭിവ്യക്ത പരാത്മദർശനായി തീർന്നു. ഭഗവാന്റെ അടുത്ത് വന്ന് നിന്നപ്പോഴേക്ക് തന്നെ ആ പരമാത്മദർശനം ആർക്ക് കിട്ടി? പ്രഹ്ലാദന് കിട്ടിക്കഴിഞ്ഞു. തൽപാദപത്മം ഹൃദയ നിർവൃതോ തഥൗ. ഭഗവാന്റെ പാദപത്മത്തെ മാത്രം പ്രഹ്ലാദൻ മനസ്സിൽ കണ്ടു. അതെന്താ കാരണം എന്നറിയും? എന്താ? നമുക്കൊന്നും ഇത് കഴിയണില്ല അല്ലേ. നമുക്കൊന്നും ഇത് കഴിയണം. എന്താ കാരണം? നമ്മളൊക്കെ ഈ ലോകത്തിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയാണല്ലേ. ശരിയല്ലേ? ഈ ലോകത്തിൽ കാണുന്ന നിസ്സാരമായ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ പാദം ധ്യാനിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറയുന്നത്, ഭഗവാന്റെ പാദം മാത്രം ധ്യാനിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഇപ്പൊ തൽപാദപത്മം ഹൃദി നിർവൃതോ ദധോ ഹൃഷ്യത്തനു ക്ലിന്നഹൃത് അശ്രുലോചന. പ്രഹ്ലാദന്റെ ഹൃദയം ഇപ്പം എന്തായി? നല്ലതുപോലെ ദ്രവിച്ചു. അശ്രുലോചന. പ്രഹ്ലാദന്റെ കണ്ണിൽ എന്തുണ്ടായി? കണ്ണുനീര് വന്നു. അസ്തൗഷീൽ. അവിടെ വെച്ചാണ് പ്രഹ്ലാദൻ ആരെ സ്തുതിക്കുന്നത്? ഈ ഭഗവാനെ സ്തുതിക്കുന്നത്. അപ്പൊ ഭാഗവതത്തിലെ പ്രഹ്ലാദോപദേശം പോലെ തന്നെ ഗംഭീരമായ മറ്റൊരു പ്രകരണമാണ് പ്രഹ്ലാദന്റെ സ്തുതിയും. ആ സ്തുതിയിൽ കുറേ ശ്ലോകങ്ങളുണ്ട്. എല്ലാ ശ്ലോകങ്ങളും നമുക്ക് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ശ്ലോകം മാത്രം പറഞ്ഞ് ഞാൻ ഈ പ്രകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അതിനകത്ത് ഒരു ശ്ലോകത്തിൽ ഏതാണോ ശ്ലോകം കണ്ണിൽപ്പെടുന്നത്, എൻ്റെ മുന്നിൽ ഭാഗവതം പുസ്തകമാണ്, മുന്നിൽ വരുന്ന ഒരു ശ്ലോകം ചൊല്ല, അത്രയല്ലേ പറ്റുള്ളൂ അല്ലേ. ഏത് ശ്ലോകമായാലും വിരോധമില്ല. ജിഹ്വൈകതോച്യുത വികരുഷതി മാവിതൃപ്ത ശിഷ്ണോന്യത സ്തുകുതരം ശ്രവണം കുതശ്ചിൽ ഘ്രാണോന്യത ചബലദൃക്വജ കർമ്മശക്തി ബഹ്യസ്തപജ്ഞൈവ ഗേഹപതിം ലുനന്തി. ഗംഭീരമായൊരു ശ്ലോകമാണല്ലേ. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമുക്ക് കാണിച്ചു തരാതെ 11 ഇന്ദ്രിയങ്ങളും എന്താ ചെയ്യുന്നത്? നമ്മൾ എവിടേക്കൊക്കെയോ പിടിച്ചു വലിക്കുകയാണല്ലേ. ജിഹ്വ ഏകതഹ. നാവ് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നു. അപ്പം അതുകൊണ്ടാണല്ലോ നാവ് പറയുന്നതോ ഒക്കെ നമ്മൾ നാവിന് കൊടുത്ത് നാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നോക്കിയാൽ എന്താ ഉണ്ടാവുക? ആ ഒരിക്കലും പ്രീതിപ്പെടില്ല എന്ന് ആര് പറയുന്നു? പ്രഹ്ലാദൻ പറയുന്നു. ജിഹ്വൈകതോച്യുത വികരുഷതി മാവിതൃപ്ത. തൃപ്തി വരാതെ നാവ് വീണ്ടും 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 എങ്ങോട്ടാ പോകുന്നത്? രസങ്ങളുടെ പിന്നാലെ പോവാണ്. എത്ര എന്തെല്ലാം കഴിച്ചാലും നാവിന് തൃപ്തി വരുന്നില്ല എന്നാൽ എത്ര ശരിയാ അല്ലേ. അതുകൊണ്ടാണ് സാധാരണ പറയും, നാവിനെ അടക്കിക്കഴിഞ്ഞാൽ ജിതം സർവം ജിതേ രസേ എന്ന് ഭാഗവതത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. നാവിനെ അടക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കാം. പക്ഷെ നാവിനടക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ശിഷ്ണോന്യത സ്തുകുതരം ശ്രവണം കുതശ്ചിൽ. ചെവി നല്ലതൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മളെ വേറൊരു ഭാഗത്തേക്ക് പിടിച്ചു വലിക്കുന്നു. ഇങ്ങനെ നമുക്ക് ആകപ്പാട് എത്ര ഇന്ദ്രിയങ്ങളുണ്ടെന്ന് അറിയാലോ അല്ലേ? 11 ഇന്ദ്രിയങ്ങൾ.
അപ്പം കണ്ണൊരു ഭാഗത്തേക്ക് പിടിച്ചു വലിക്കുന്നു. കണ്ണിന് എന്തെല്ലാം കണ്ടാലും മതിയാവില്ല, ചെവിക്ക് എന്തെല്ലാം കേട്ടാലും മതിയാവില്ല, കയ്യിന് എന്തെല്ലാം എടുത്താലും മതിയാവില്ല, അല്ലേ? കാലുകൊണ്ട് എവിടെയൊക്കെ പോയാലും നമുക്ക് മതിയാവില്ല. ശരിക്കും ഇങ്ങനെ യാത്ര ഒന്നും ചെയ്യണ്ട, മിണ്ടാതൊരു ഭാഗത്തിരുന്നാൽ മതി. നന്നായി ആധ്യാത്മികത വേണമെന്ന് വിചാരിക്കുന്നവർ യാത്ര ചെയ്യാതിരിക്കുക വേണ്ടത്. കാരണം യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്നാൽ മതി. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആധ്യാത്മികമായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും നേടാം. അതിനുവേണ്ടി യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം കാലെത്ര യാത്ര ചെയ്താലും കാല് പിന്നെയും പറയും ഇനിയും പോകണം എന്ന് പറയുമല്ലേ. ഇപ്പം കാലൊരു ഇന്ദ്രിയമാണ്. അപ്പം കാലിനോട് പറയും എവിടെ തന്നെ ഇരുന്നാൽ മതി, എങ്ങോട്ടും പോകണ്ട. പല മഹാത്മാക്കളും ഒരു ഭാഗത്ത് ഇരിക്കുകയുള്ളൂ, എങ്ങോട്ടും പോകുമൊന്നുമില്ല. ശരിക്കും പോകേണ്ട ആവശ്യമില്ല, എങ്ങോട്ടും പോകണ്ട. കാരണം നിങ്ങൾ അന്വേഷിക്കുന്ന ആത്മാവ് നിങ്ങളുടെ അടുത്ത് തന്നെയല്ലേ, ഇവരെന്തിനും അന്വേഷിക്കാൻ പോകണു, വേറെ എവിടേക്കും പോകണ്ട. ഇപ്പം കാലുകൊണ്ട് എവിടേക്കും പോകണ്ട, കൈകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് സ്വസ്ഥമായി ഇരുന്നാൽ മതി എന്നർത്ഥം. അപ്പോഴാണല്ലോ ഇന്ദ്രിയങ്ങൾ അടക്കാൻ പറ്റും, അല്ലേ? ഏകാന്തേ സുഖമാസ്യത എന്ന് കേട്ടിട്ടില്ലേ? പ്രസിദ്ധമായിരിക്കുന്ന ഒരു കവിതയാണ്. ഏകാന്തേ സുഖമാസ്യത, ഏകാന്തമായ ഒരു സ്ഥലത്ത് സുഖമായി ഇരിക്കുക. അപ്പം അങ്ങനെ അപ്പം നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ അടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറയുന്നത്. കണ്ണുകൊണ്ട് കഴിക്കുന്നത്, കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ കണ്ണിൻ്റെ ആഹാരമാണ്. അപ്പം കണ്ണുകൊണ്ട് കുറച്ച് കാണുക. ചെവി കൊണ്ട് കേൾക്കുന്നതൊക്കെ ചെവിയുടെ ആഹാരമാണ്. അപ്പം 11 തരത്തിലാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്, അല്ലേ? എന്താ മനസ്സിലായതിപ്പോൾ? ഇതൊന്നും മനസ്സിലായി ഉണ്ടാവില്ല, അല്ലേ? കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ കണ്ണിൻ്റെ ആഹാരം. കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും അത് എവിടേക്കാണ് പോവുക? നമ്മുടെ ഉള്ളിലേക്കാണ് പോവുക, അല്ലേ? ചെവി കൊണ്ട് കേൾക്കുന്നതൊക്കെ ചെവിയുടെ ആഹാരമാണ്. കൈ കൊണ്ടെടുക്കുന്നതൊക്കെ കയ്യിൻ്റെ ആഹാരമാണ്. നാവ് കൊണ്ട് അകത്താക്കുന്നതൊക്കെ നാവിൻ്റെ ആഹാരം. മൂക്കുകൊണ്ട് വാസനിക്കുന്നതൊക്കെ മൂക്കിൻ്റെ ആഹാരം. അപ്പോൾ 11 പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ, അല്ലെ 11 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ആഹാരങ്ങളൊക്കെ എവിടെത്തുന്നു? നമ്മുടെ ഉള്ളിലെത്തുന്നു, അല്ലേ? അപ്പം അതുകൊണ്ടാണ് വേദങ്ങളിലൊക്കെ പറയും കണ്ണുകൊണ്ട് നല്ലതേ കാണാവൂ. ഭദ്രം പശ്യേമ അക്ഷഭിഹി യജത്രാഹ. കണ്ണുകൊണ്ട് എപ്പോഴും നല്ലതേ കാണാവൂ, ചെവി കൊണ്ട് നല്ലതേ കേൾക്കാവൂ, കൈകൊണ്ട് നല്ലതേ എടുക്കാവൂ, കാലുകൊണ്ട് നല്ല സ്ഥലത്തേക്കേ പോകാമെന്നൊക്കെ വേദങ്ങളിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അപ്പോൾ പ്രഹ്ലാദൻ പറയുന്നു, ഘ്രാണോന്യത ശബലദൃക്വജ കർമ്മശക്തി ബഹ്യസഭജ്ഞയവ ഗേഹപതിം ലുനന്തി. ഒരുപാട് സഭജ്ഞിമാർ ചേർന്ന് ഒരു ഭർത്താവിനെ പിടിച്ചു വലിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിനെ 11 ഇന്ദ്രിയങ്ങളും പിടിച്ചു വലിക്കുകയാണ്. അപ്പം നമ്മൾ എത്ര ബുദ്ധിമുട്ടണല്ലേ. ഈ ഇന്ദ്രിയ ജയം എന്ന് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. പ്രഹ്ലാദൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയാണ്. പിന്നെ അവസാനം പ്രഹ്ലാദൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, കൊന്നത്രതേഖില ഗുരോ ഭഗവൻ പ്രയാസം ഉത്താരണേസ്യ ഭവ സംഭവലോപഹേതോഹോ മൂഢേഷു വൈ മഹദനുഗ്രഹാർത്ഥബന്ധോ കിം തേന തേ പ്രിയജനാൻ അനുസേവതാം നാം. അവസാനം പ്രഹ്ലാദൻ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അഖില ഗുരുവായിരിക്കുന്ന ഭഗവാന് ഒരു ഭക്തനെ ഉദ്ധരിക്കുവാൻ, എവിടുന്ന് ഉദ്ധരിക്കുക? സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഒരു ഭക്തനെ ഉദ്ധരിക്കുവാൻ യാതൊരു പ്രയാസവും ആർക്കില്ല, ഭഗവാനില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണം? മൂഢേഷു വൈ മഹദനുഗ്രഹം. മൂഢന്മാരോട് പോലും ഭഗവാൻ എന്ത് കാണിക്കണം? അനുഗ്രഹം കാണിക്കണേ എന്ന് പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ പ്രഹ്ലാദൻ അവസാനം പറഞ്ഞു, എനിക്ക് ഇനി ഒന്ന് മാത്രമേ ഭഗവാനെ അങ്ങയോട് പറയാനുള്ളൂ. തത്തേരിഹത്തമ നമസ്തുരി കർമ്മപൂജാഹം കർമ്മ സ്മൃതി ചരണയോഹ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാകിം ഭക്തിം ജന പരമഹംസഗതോ ലഭേതാം. ഞാൻ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും അങ്ങയുടെ സേവയായിട്ട് മാറണം. എൻ്റെ ചെവി കൊണ്ട് എനിക്ക് കഥ കേൾക്കാൻ പറ്റണം, ഭഗവാന്റെ പാദത്തെ സ്മരിക്കാൻ പറ്റണം, ഭഗവാനെ നമസ്കരിക്കാൻ പറ്റണം. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ അത് തന്നെ എന്തായിട്ട് മാറും? പരമഹംസന്മാരൊക്കെ സഞ്ചരിക്കുന്ന ഒരു ഗതിയായിട്ട് മാറും എന്ന് പറയാണ്. ആ പരമഹംസന്മാർക്ക് കിട്ടുന്ന ഗതി എല്ലാവർക്കും കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ആ പ്രഹ്ലാദൻ്റെ സ്തുതി അവസാനിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞാണ് അവസാനം ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ഉഗ്രമായിരിക്കുന്ന രൂപത്തെ അവിടുന്ന് കാണാതെയാക്കി. അപ്പോൾ ഭഗവാൻ എപ്പോൾ വേണേൽ രൂപം എടുക്കാനും പറ്റും, രൂപത്തെ ഒഴിവാക്കാനും പറ്റും. ഏതായാലും പ്രഹ്ലാദൻ്റെ കഥ നമ്മൾ വെറുതെ ഇരുന്ന് കേട്ടാൽ പോരാ. പ്രഹ്ലാദൻ പറഞ്ഞ ആശയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ ആശയങ്ങളിൽ ഏതെങ്കിലും 1, 2, 3 അല്ലെങ്കിൽ കൂടുതലോ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അത് പ്രാവർത്തികമാക്കുക. അതിങ്ങനെ പ്രാവർത്തികമാക്കി ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ത്? നമ്മുടെ പകലുകളൊക്കെ രാത്രികളായിട്ട് തോന്നും, അല്ലേ? നമ്മുടെ രാത്രികളൊക്കെ നമുക്ക് പകലായിട്ട് തോന്നും. അപ്പോഴാണല്ലോ നമുക്ക് ശരിയായ ജ്ഞാനമുണ്ടായിത്തീരുന്നത്, അല്ലേ?
അങ്ങനെയുള്ള ആ ശരിയായ ജ്ഞാനം നമുക്കുണ്ടായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമയമായി കഴിഞ്ഞു. കൂടുതലൊന്നും സംസാരിക്കുന്നതിൽ ഏതായാലും വളരെ വളരെ സന്തോഷം. ഇവിടെ വരാൻ കഴിഞ്ഞു. പ്രഹ്ലാദചരിതം എന്ന് പറയുന്ന ഒരു കഥയുടെ ഒരു വളരെ ചെറിയ ഒരു ഭാഗം മാത്രം ഒന്ന് അനുസ്മരിക്കാൻ സാധിച്ചു. ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്കെല്ലാം ചെയ്യാൻ സാധിച്ചത്. ആ ഭഗവാൻ നമുക്ക് എന്നും ഇനിയും ഇനിയും അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവാനുള്ള സാധനകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാമി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണ 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 നാരായണ.